യേശുവിന് ഇന്നും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. എന്താ? കരയാനാ. കണ്ണുനീരിനെ പ്രാർത്ഥനയാക്കി മാറ്റാനാ. കണ്ണുനീരിനെ പ്രാർത്ഥനയാക്കി മാറ്റിയാൽ വഴിതെറ്റിപ്പോയ മക്കളൊക്കെ തിരികെ വരുമോ? വരും. പക്ഷെ നമുക്ക് കരയാനും പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല. മക്കളെ പ്രാകാനാണ് സമയം. ഞാനൊരു സത്യം പറയട്ടെ, എല്ലാം നന്മയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകമാണിത്. അവസാനത്തെ പ്രതീക്ഷ നല്ല അമ്മമാരുടെ കണ്ണുനീരാ. കരഞ്ഞ് പ്രാർത്ഥിച്ച ദൈവം കേൾക്കോ? ഉറപ്പാ കേൾക്കോ? ബൈബിള് തരുന്ന ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്ന്, അമ്മമാര് കരഞ്ഞാൽ മക്കൾ വീണ്ടെടുക്കപ്പെടുമെന്ന. ഈ അമ്മ ഈ രോഗം ഓപ്പറേഷനിലൂടെ കാല് മുറിച്ച് കളഞ്ഞാൽ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞ ആ നിമിഷം മുതൽ ഈ ഭർത്താവിൻ്റെ അരിയിലിരുന്നു ജപമാല ചൊല്ലാൻ തുടങ്ങി. കരഞ്ഞ് ജപമാല ചൊല്ലിയ. അന്ന് ആദ്യമായിട്ട് ജീവിത പങ്കാളിയും ഭാര്യയോടൊപ്പം ഇരുന്നുകൊണ്ട് ജപമാല ചൊല്ലാൻ തുടങ്ങി. ജപമാല ചൊല്ലി തീർന്നപ്പോഴേ ആ മുറിയുടെ വാതിൽ ആരമുട്ടണ്. തുറന്നപ്പോൾ വികാരിയച്ഛന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ക്ഷേമകാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഒരു നല്ല തുക ആ ബെഡിൽ വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോയി കളഞ്ഞു. കുറച്ച് നേരം കഴിയുമ്പോൾ പരിചയമുള്ള കുറേ സിസ്റ്റേഴ്സ് വന്ന്, ചില അച്ഛന്മാർ വന്ന്, ബന്ധുക്കൾ വന്ന്, അയൽവാസികൾ വന്നവരൊക്കെ കുറച്ച് കുശലം പറഞ്ഞിട്ട് കാശ് കൊടുക്കുക. ഈ നിക്സം പറഞ്ഞതാണെന്നറിയാമോ? അപ്പൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാശ് ബാക്കി വന്നതാ. ഈ ദൈവത്തിൻ്റെ ഇടപെടലിന് ശേഷം പിന്നെ ഒരിക്കൽ പോലും എൻ്റെ അപ്പം മദ്യപിച്ചിട്ടില്ലെന്നാ. കഴിഞ്ഞ 5 വർഷമായിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എൻ്റെ അപ്പനാണെന്ന. കണ്ട, ഈ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം ഇടപെട്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരോടും ഞാൻ പറയുക, നിങ്ങൾ കരയണം. യേശുവും പറയുന്നത് അങ്ങനെയാണ്, കരയണമെന്ന്. നിങ്ങൾ കരയോ? ഞങ്ങളുടെ ആശ്രമ ദേവാലയത്തിൽ ഒരു ഉച്ച സമയത്ത് ഈ അമ്മ വന്നു. അവിടെ വേഗല മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. ആ നടയിൽ വന്നിട്ട് അമ്മ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കരയുക. ഒരുപാട് പരിധിയില്ലാതെ കരയുമ്പോൾ നിലവിളിയുടെ സ്വരം കേൾക്കും അല്ലേ? ഉച്ച സമയത്ത് ദേവാലയത്തിൽ ഇങ്ങനെ കരയുന്ന സ്വരം കേട്ട് ഞങ്ങളുടെ പ്രായമുള്ളൊരു അച്ഛൻ ദേവാലയത്തിലേക്ക് വന്ന് നോക്കിയപ്പോൾ വ്യാകുല മാതാവിൻ്റെ നടയിലിരുന്നു കൊണ്ട് ഈ അമ്മ കരയുക. പതിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ അടുത്ത് വന്നിട്ട് ചിരിച്ചുകൊണ്ട് അച്ഛൻ ചോദിച്ച്, കരഞ്ഞ് വ്യാകുല മാതാവിനെ പോലെ ആയല്ലോ, അമ്മ എന്തിനാ കരയണേന്ന് ചോദിച്ചു. അപ്പൊ വിങ്ങിപ്പൊട്ടിയിരുന്ന അമ്മ വീട്ടിലെല്ലാ പ്രശ്നം പറഞ്ഞു. എൻ്റെ മകൻ അല്പം മാനസിക പ്രശ്നമുണ്ട്, എൻ്റെ ഭർത്താവ് മുടി കുടിക്കാൻ ഉത്തരവാദിത്വമില്ല, കടം വരിക, എനിക്ക് മരിക്കണമെന്ന് തോന്നുകയാന്ന് പറഞ്ഞു. ഇവിടെ അച്ഛൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഈ വ്യാകുല മാതാവിലേക്കൊന്ന് നോക്കി. അമ്മയും ഒരുപാട് സഹിച്ചില്ലേ? ഞാനൊരു സത്യം പറയാം, അമ്മയുടെ കുടുംബം വീണ്ടെടുക്കപ്പെടും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ വൃദ്ധനായ ഈ സന്യാസ പുരോഹിതൻ അമ്മയോട് പറയാൻ, കരഞ്ഞ് പ്രാർത്ഥിക്കുക, അമ്മയുടെ കുടുംബം 1 വർഷത്തിനുള്ളിൽ വീണ്ടെടുക്കപ്പെടുമെന്ന്. ആ ആശ്വാസവാക്കിൽ അമ്മ വീട്ടിൽ പോയി. പിന്നീട് കിട്ടുന്ന സമയം മുഴുവനും തിരുഹൃദയ നടയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീട്ടുകാര്യങ്ങൾ ചെയ്ത് കിട്ടുന്ന സമയം മുഴുവനും പ്രാർത്ഥിക്കുക. ഇത് കണ്ടിട്ട് വലിയ വിശ്വാസമില്ലാത്ത മക്കളും ഭർത്താവൊക്കെ കളിയാക്കും, നിനക്ക് വട്ട് പിടിച്ചാന്നൊക്കെ ചോദിച്ച്. പക്ഷെ ഇങ്ങനെ കളിയാക്കി നിന്ദിക്കുകയും ചെയ്തിട്ട് അതൊന്നും ഗവനിക്കാതെ 1 വർഷം കൊണ്ട് എൻ്റെ കുടുംബം രക്ഷപ്പെടുമെന്ന വിശ്വാസത്തിൽ അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുക. 4-5 മാസം കഴിഞ്ഞപ്പോഴേ മൂത്ത മകന് അല്പം സൗഖ്യം കിട്ടി, മരുന്ന് ഫലിച്ചു തുടങ്ങി. ചില നേരങ്ങളിൽ നമ്മ എത്ര മരുന്ന് കൊടുത്താലും സൗഖ്യപ്പെടണമെന്നില്ല. പക്ഷേ പതിയെ മൂത്ത മകന് നല്ല സ്വഭാവം വന്ന് അവൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി, നല്ല ഉത്തരവാദിത്വമുള്ള മകനായിട്ട് മാറി. അപ്പോഴും ഭർത്താവ് കുടിക്കോട്ടാ, ജോലി സ്ഥലത്ത് പോയിട്ട് വന്ന് ബിയറാണ് എപ്പോഴും കുടിക്കണം. പക്ഷെ ഒരു ദിവസം ജോലി സ്ഥലത്ത് വെച്ച് ചെറിയൊരു ആക്സിഡൻറ്റ് വന്ന് കാലിലൊരു മുറിവ് വന്നു. ഷുഗറൊക്കെ ഉണ്ട്. എപ്പോഴും ഇങ്ങനെ ബിയറും കുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ പതിയെ മുറിവുണങ്ങിയില്ല, അത് പഴുപ്പായിട്ട് മാറി. പഴുപ്പ് കൂടി അവസാനം വലിയൊരു വ്രണമായിട്ട് മാറി, കാലിലെ എല്ല് പോലും കാണത്തക്ക വിധത്തിൽ ദുർഗന്ധമുള്ളൊരു മുറിവായിട്ട് മാറി. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി കൈവിട്ട് പോയെന്ന്.
അങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്. ലിസി ഹോസ്പിറ്റലാണ്. ഡോക്ടർ ആ മുറിവ് കണ്ടിട്ട് പറഞ്ഞെന്താണെന്നറിയുമോ? പ്രശ്നം ഗുരുതരോ, ഓപ്പറേഷൻ ചെയ്ത് തുടയിൽ നിന്ന് മാംസം എടുത്ത് റീഫിൽ ചെയ്യണം, ലക്ഷങ്ങളാകും ഓപ്പറേഷന്, അല്ലെങ്കിൽ കാലം മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. അന്നന്ന് വേണ്ട വക പോലുമില്ലാത്തൊരു ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തിൽ ഈ ഓപ്പറേഷൻ നടത്താൻ ലക്ഷങ്ങൾ കിട്ടുമോ? എല്ലാവരും തകർന്നു പോയി. ഈ കാലിൽ ദുർഗന്ധം മൂലം വാർഡ് കിടക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് അസ്വസ്ഥതയെ. അങ്ങനെ ഒരു മുറിയിൽ, ആ ഹോസ്പിറ്റൽ മുറിയിൽ ഇവരിയ്ക്കുക. എന്തുകൊണ്ടാ ഈ കന്യകാമേരി നമ്മുടെ അമ്മയായത്? ഉത്തരം പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നസ്രത്തിലെ ഈ പാപം കന്യകയെ മാനവകുലത്തിന്റെ നമ്മുടെ മുഴുവനും അമ്മയായിട്ട് ദൈവം തിരഞ്ഞെടുത്തത്? എന്തുത്തരം പറയും? യേശുവിന് അമ്മയായതുകൊണ്ടാണ്. ആണെന്ന് ചിലർ തലയാട്ടണം. ഞാനൊരു സത്യം പറയട്ടെ, യൂദാസ് കറിയൂത്തായുടെ അമ്മയുടെയും പേര് മേരി എന്ന. എന്നിട്ട് ആ മേരി നമ്മുടെ അമ്മയായില്ല. കന്യത്വം നഷ്ടപ്പെടുത്താതെ തിരുക്കുമാരന് ജന്മം നൽകിയത് കൊണ്ടാണ് കന്യകാമേരി നമ്മുടെ അമ്മയായത്. കന്യത്വം നഷ്ടപ്പെട്ടിട്ടും മക്കളില്ലാത്ത മഗ്ദലനാമേരിയും സുവിശേഷത്തിലുണ്ട്. അവർ നമ്മുടെ അമ്മയായ പേരുകൊണ്ടല്ല കന്യകാമേരി നമ്മുടെ അമ്മയായത്. ഒന്ന് ഓർത്ത് നോക്കി. ഈ ദേവാലയത്തിൽ ഒരുപാട് മേരിമാരുണ്ട് ഇല്ലേ? പല അമ്മമാരുടെയും പേര് മേരി എന്നല്ലേ? എനിക്കറിയാവുന്നൊരു കോൺഗ്രിഗേഷൻ ഉണ്ട്, FIH കോൺഗ്രിഗേഷൻ എന്ന് പറയും. ആ കോൺഗ്രിഗേഷനുള്ള എല്ലാ സിസ്റ്റേഴ്സും അവിടെ പേരിനൊപ്പം മേരി എന്ന് ചേർക്കും. അതുല്യ മേരി, അലിന മേരി, ഷീല മേരി, ഷൈൻ മേരി. അങ്ങനെ പേര് ചേർത്തത് കൊണ്ട് അവർ ഈ മാനവകുലത്തിന് മുഴുവൻ അമ്മമാരായ. ഞങ്ങളുടെ സഭയിൽ തന്നെ ചില വൈദികരുണ്ട്, പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം മൂലം അവരവിടെ പേരോടൊപ്പം മേരി എന്ന് ചേർക്കും. മര്യാദാസ് എന്ന് പറഞ്ഞ ഒരച്ഛനുണ്ട്, ജോൺ മേരി എന്ന് പറയുന്ന അച്ഛനുണ്ട്. അങ്ങനെ മേരി എന്ന പേര് ചേർത്തത് കൊണ്ട് അവരെല്ലാവരുടെ ആത്മീയ പിതാവായിട്ട് മാറുന്നുണ്ടാ. പിന്നെ എന്തുകൊണ്ടാണ് കന്യകാമേരി നമ്മുടെ അമ്മയായത് അറിയാമോ? എപ്പോഴും അമ്മയുടെ മാതൃസ്നേഹത്തിന് തന്നെ ജീവിക്കുന്ന മക്കളല്ലേ നിങ്ങൾക്ക് നല്ലൊരു ഉത്തരം അറിയണ്ടേ? പറയും, എന്തുകൊണ്ടാണ് കന്യകാമേരി നമ്മുടെ അമ്മയായത്? എല്ലാവരും നിശബ്ദരായിരിക്കുക. നിശബ്ദരായതുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയട്ടെ. ഒരമ്മയ്ക്ക് ഉത്തരവുണ്ട്, പറ. എഴുന്നേറ്റ് നിന്ന് സ്വരത്തി പറ, കേൾക്കട്ടെ. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമേരി നമ്മുടെ അമ്മയായത്? മൈക്ക് വേണോ? എത്തൂല. ഇതാ നിന്റെ അമ്മയെന്ന് യോഹന്നാനോട് പറഞ്ഞതുകൊണ്ടാണ്. ഉറപ്പാണ്? ഇരുന്നു കൊള്ളുക. ഈ ഒരു ഉത്തരത്തിൽ എത്തുന്നതിന് മുമ്പ് പഴയ നിയമത്തിലൊരു ചരിത്രമുണ്ട്. അബ്രഹാത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാണ് അബ്രഹാം? സാറായുടെ ഭർത്താവ്. 70 വയസ്സുള്ളപ്പോഴേ ദൈവം ഈ അബ്രഹാത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? 75 വയസ്സാണ്ട ഒരു കടൽത്തീരത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞതാണ്, ഈ കടൽത്തീരത്തെ മൺതരി പോലെ ആകാശത്തിൻ്റെ നക്ഷത്രം പോലെ നിനക്ക് സന്തതി പരമ്പര ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ അബ്രഹാത്തിനൊരു മകനെ കിട്ടിയപ്പോഴാ 100ാമത്തെ വയസ്സിലാണ്. 25 വർഷം കാത്തിരുന്ന് ഒരു മകനെ അബ്രഹാത്തിന് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് കാത്ത് കിട്ടിയ കഴഞ്ഞൂർ സന്തതിയാണ് അല്ലേ? സ്നേഹിച്ച് കൊതി തീരും മുമ്പ് ദൈവം വീണ്ടും പറഞ്ഞെന്താണെന്നറിയാമോ? നിന്റെ മകനെ എനിക്ക് വേണ്ടി ദഹന ബലി അർപ്പിക്കണമെന്ന്. ഗതികെട്ട പിതാവല്ലേ? ദൈവം ഇങ്ങനെ കഠിനഹൃദയനാവുമെന്ന് വിചാരിച്ച. പക്ഷെ ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാൻ വേണ്ടി അബ്രഹാം എന്താ ചെയ്തത്? മോറിയ മലയിൽ കയറി.
അവിടെ ബലിക്കല്ല് തൻ്റെ മകനെ കിടത്തി വധിക്കുവാൻ വേണ്ടി കത്തിയോങ്ങ നിമിഷം പെട്ടെന്ന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞെന്താ? ദൈവം നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ആ പരീക്ഷണത്തിൽ വിജയിച്ചത് കൊണ്ട് ഇന്നു മുതൽ നീ എല്ലാ വിശ്വാസികളുടെയും പിതാവാകുമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ആരുടെ പിതാവായിരുന്നു? ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയാ. ഇസ്മയേലിനെ കേട്ടിട്ടുണ്ടോ? ആണാ? ശരിയാണാ? രണ്ട് മക്കളുടെ അപ്പനായ അബ്രഹാം പിന്നെ എല്ലാ വിശ്വാസികളുടെയും പിതാവായിട്ട് മാറിയ. ഇത് പഴയ നിയമത്തിലാ. പക്ഷേ ഈ പുതിയ നിയമത്തിൽ ഇതുപോലെ ഒരു സംഭവം പരിശുദ്ധ മാതാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താ? ഗബ്രിയേൽ ദൈവദൂതൻ കടന്നു വന്നിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് എന്താ? ദൈവത്തിന്റെ മകന്റെ അമ്മയാകുമെന്ന് ചോദിച്ചു. ഒരുപാട് സന്തോഷത്തോടെ അമ്മ സ്വസ്ത്രഗീതങ്ങൾ തന്നെ ആലപിക്കുന്നതായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിന്റെ ആദ്യത്തെ അധ്യായത്തിലുണ്ട്. അറിയാമോ അത്? മംഗളവാർത്ത സമയത്ത് അമ്മ ഒരുപാട് സന്തോഷത്തോടെ ആ നിയോഗം ഏറ്റെടുത്ത് പിന്നെ എലിസബത്തെ മുമ്പിൽ സ്വസ്ത്രഗീതങ്ങളൊക്കെ ആലപിച്ച്. പക്ഷേ ഈ മകനെ സ്നേഹിച്ച് കൊതി തീരും മുമ്പ് ദൈവം വീണ്ടും പറഞ്ഞു. എന്ത് പറഞ്ഞു? ഈ ലോകത്തിലെ പാപികളായ മനുഷ്യരുടെ പാപപൂർത്തിക്ക് വേണ്ടി നിന്റെ മകനെ ബലിയർപ്പിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ചോദിച്ചില്ലേ? അവസാനം ഈ മകനുമായിട്ട് അമ്മ ഒരു മല കയറി. മോറിയ മലയാണ്, കാൽവരി മല. ആ മലയിൽ മരക്കുരിശിന്റെ ബലിക്കല്ല് തൻ്റെ മകൻ കിടന്നപ്പോൾ ഒരുപക്ഷെ ഈ അമ്മ അബ്രഹാത്തെ കുറിച്ച് സ്വപ്നം കണ്ടിരിക്കാം. പഴയ നിയമത്തിൽ അബ്രഹാം സ്വന്തം മകൻ കിടക്കുമ്പോൾ ദൈവം വിടപെട്ട് ആ മകനെ തിരികെ കൊടുത്ത്. ദൈവം തന്നെയും പരീക്ഷിക്കുകയാണ്, തൻ്റെ മകനെ തിരികെ തരുമെന്ന പ്രതീക്ഷയോടെ ആയിരിക്കില്ലേ കാൽവരിയിൽ ആ കുരിശിന്റെ വിരിമാറിനരികെ അമ്മ നിന്നത് ഇല്ലേ? പക്ഷെ ദൈവം ഇടപെട്ട. ദൈവം ഒരു വാക്കെങ്കിലും മിണ്ടിയ? ദൈവം ഒന്നും മിണ്ടിയില്ല. അവസാനം മരണത്തിന് തൊട്ടു മുമ്പ് യേശുവാണ് സംസാരിച്ചത്. അതാണ് അമ്മ പറഞ്ഞത്. എന്ത്? തൊട്ടടുത്തിരുന്ന യോഹന്നാനെ ചൂണ്ടിയിട്ട്, ഇതാ നിന്റെ മകൻ. എന്നിട്ട് യോഹന്നാനോട് പറഞ്ഞെന്താ? ഇതാ നിന്റെ അമ്മ. സ്വന്തം മകനെ ഈ മാനവകുലത്തിൻ്റെ നമ്മുടെയൊക്കെ പാപപൂർത്തിക്ക് വേണ്ടി കാൽവരിയിൽ മുറിച്ചു നൽകിയത് കൊണ്ടാ ഈ കന്യകാമേരി നമ്മുടെ അമ്മയായിട്ട് മാറിയത്. ഒന്ന് ഓർത്തു നോക്കി. പടുവൃദ്ധനായ അബ്രഹാം പോലും സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ കന്യകയെ വിളിക്കുന്നത് മേരി എന്നാണ്, അമ്മയെന്ന. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയായത് സ്വന്തം മകനെ നമുക്ക് നൽകിയത് കൊണ്ടാണ്. ഞാൻ ഓർക്കുക, വളരെ ഫേമസ് ആയ ഒരു കഥയുണ്ട്. വിക്ടർ ഹ്യൂഗോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വളരെ ഫേമസായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതിയൊരു കഥയാണ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുക. ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകം മൊത്തം അസമാധാനമാണ്, ആക്രമണമാണ്. കുറേയധികം ക്രൂരരായ പടയാളികൾ ഒരു ഗ്രാമം ഇങ്ങനെ വളഞ്ഞ് എല്ലാ മനുഷ്യരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക, വീടുകളൊക്കെ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുക, സമ്പത്തുകളെ കവർന്നെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഗ്രാമത്തിലെ അമ്മയ്ക്ക് 2 മക്കളാണ്. ഈ പടയാളിങ്ങനെ വീടൊക്കെ ആക്രമിക്കുന്നത് കണ്ടിട്ട് ഈ അമ്മയും 2 മക്കൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് ആ ഗ്രാമത്തിന് പുറത്ത് കിടന്നു. എന്നിട്ട് പുതിയൊരു നാട്ടിലെത്തി. 3 ദിവസമായിട്ടാ. ചുറ്റും അക്രമമൊക്കെ നടക്കുന്നത് കൊണ്ട് ഇവരിങ്ങനെ അലഞ്ഞലിഞ്ഞ് നടക്കുക. പല വീടിൻ്റെയും വാതിൽ വന്ന് മുട്ടുന്നുണ്ട്. കാരണം ഇവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. നല്ല ദാഹമുണ്ട്, നല്ല ശുദ്ധജലം പോലും കിട്ടുന്നില്ല. പക്ഷെ പല വീടുകളിലും മുട്ടിയിട്ട് ആരും വാതിൽ തുറക്കണില്ല. 3 ദിവസമായിട്ട് ഒന്നും കഴിക്കാതെ ഒന്നും കുടിക്കാതെ വിശന്ന് ദാഹാർദ്ധരായി ഇവരിങ്ങനെ ആ പുതിയ ഗ്രാമത്തിന്റെ തിരിവിലൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവിടെ സ്വന്തം ഗ്രാമം ആക്രമിച്ച പടയാളികൾ എതിരെ വന്നി. ദൂരെ നിന്ന് നോക്കുമ്പോൾ കുതിരക്കുളമ്പടിയുടെ സ്വരം കേൾക്കാം. ഭയന്ന് പറച്ച ഈ അമ്മയും 2 മക്കളും അടുത്തുള്ളൊരു പൊന്തക്കാട്ടിൽ ഒളിച്ച്. ഭയക്കുമ്പോൾ എന്ത് സംഭവിക്കും? വിറക്കൂലേ? അങ്ങനെ ഈ പൊന്തക്കാട്ടിൽ ഇരുന്നു കൊണ്ട് ഇവര് ഭയന്ന് പറച്ചത് കൊണ്ട് പൊന്തക്കാട്ടം പതി ചലിക്കാൻ തുടങ്ങി. പടയാളികൾ അടുത്തെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി കാട്ടിൻ്റെ ഉള്ളിൽ ആരും ഒളിച്ചിരിപ്പെട്ടത്. അവർ വളഞ്ഞ് ഈ അമ്മയും 2 മക്കളെയും ഇങ്ങനെ പിടിച്ച് തെരുവിലൂടെ ഇങ്ങനെ വലിച്ചടിച്ചു കൊണ്ടുവരിക. പെട്ടെന്ന് ഈ പടയാളിയുടെ ക്യാപ്റ്റൻ ഈ അമ്മയെ നോക്കിയപ്പോൾ
അമ്മയുടെ ദയനീയമായ ഭയമുള്ള മുഖം കണ്ടപ്പോൾ പെട്ടെന്നൊരു സഹതാപം വന്നു. അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? സ്വന്തം സഞ്ചിയിൽ നിന്ന് ഒരു അപ്പം എടുത്ത്, എന്നിട്ട് ഈ അമ്മ നിൽക്കുന്ന ആ തെരുവിൽ ഫ്രണ്ടിലെങ്ങളിട്ട്, കയ്യിലൊന്നും കൊടുത്തില്ല, തെരുവിലിട്ട്. അത് കണ്ടതും ഈ അമ്മ ഒരു ചീറ്റപ്പുലിയെ പോലെ ഈ അപ്പത്തിലേക്ക് എടുത്ത് ചാടി അതെടുത്ത് 2 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് 2 മക്കൾക്കും കൊടുത്തു. ഇത് കണ്ടപ്പോഴേ ഒരു പടയാളി ക്യാപ്റ്റനോട് പറഞ്ഞു, കണ്ട, ആ സ്ത്രീക്ക് വിശക്കണില്ല, അതുകൊണ്ടാണ് കിട്ടിയപ്പം ബാക്കി 2 പേർക്കും കൊടുത്തതെന്ന്. ആ സ്ത്രീക്ക് വിശക്കുന്നില്ല, അതുകൊണ്ടാണ് കിട്ടിയപ്പം ബാക്കി 2 പേർക്കും കൊടുത്തത്. അത് കേട്ടിട്ട് ആ ക്യാപ്റ്റൻ പറഞ്ഞെന്താണെന്നറിയാമോ? ആ സ്ത്രീക്ക് വിശക്കാത്തത് കൊണ്ടല്ല, ആ സ്ത്രീ ഒരമ്മയായതുകൊണ്ടാണ്. ഒരമ്മയ്ക്ക് മാത്രമേ സ്വന്തം വിശപ്പ് മറന്ന് മക്കളെ പോറ്റാൻ പറ്റൂ. നിങ്ങളങ്ങനെ നല്ല അമ്മമാരല്ലേ? നമുക്ക് വിശന്നാലും നമ്മുടെ മക്കൾ സംതൃപ്തിയോട് ജീവിക്കണം, ഇല്ലേ? നമ്മൾ സങ്കടപ്പെട്ടാലും മക്കൾ സങ്കടപ്പെടരുത്. ഒന്ന് ഓർത്ത് നോക്കി. നിത്യജീവന്റെ അപ്പമെന്ന് പറയുന്ന ക്രിസ്തുവിനെ കാൽവരിയിൽ നമുക്ക് വേണ്ടി പരിശുദ്ധ മേരി മുറിച്ചു നൽകിയത് ഈ അമ്മ നമ്മുടെയും അമ്മയായതുകൊണ്ടാണ്, അല്ലേ? നമ്മുടെ ആത്മീയ വിശപ്പ് മാറാൻ, നമ്മുടെ പാപത്തിന്റെ അകന്ത മാറ്റാൻ, എളിമപ്പെടാൻ പരിശുദ്ധ അമ്മ മുറിച്ചു നൽകിയ നിത്യതയുടെ അപ്പമാണ് ക്രിസ്തു, അല്ലേ? എല്ലാ ബലികളിലും പുരോഹിതൻ അപ്പം മുറിച്ച് പറയാറില്ലേ, ഇത് ക്രിസ്തുവിന്റെ ശരീരമാണെന്ന്? പക്ഷേ പുരോഹിതൻ പറയുമ്പോൾ പുരോഹിതന്റെ മറയിൽ വിങ്ങിപ്പൊട്ടിക്കരയുന്നൊരു അമ്മയുണ്ട്. കാരണം എന്താ? സ്വന്തം പ്രാണന്റെ പ്രാണനായ മകനാണ് യേശു. ആ മകനെയാണ് മുറിച്ച് നമുക്ക് തരുന്നത്. ശരിയല്ലേ? ഈ അമ്മയുടെ സ്നേഹവാത്സല്യത്തിന് തണലിലാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് വചനത്തിലുള്ള ഈ അമ്മയെ നമ്മൾ ധ്യാനിക്കാൻ പോകുക ആണാ? ഇനി പറ, എന്തുകൊണ്ടാണ് കന്യകാമേരി നമ്മുടെ അമ്മയായത്? പറയേ. യേശുവിനെ നമുക്ക് നൽകിയതുകൊണ്ടാണ്, അല്ലേ? ഉള്ളിൽ ഒരുപാട് വേദനയുണ്ട്, സങ്കടമുണ്ട്, എന്നിട്ട് പോലും നമ്മുടെ മോചനത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടിയാ ആ ഏക മകനെ കാൽവരിയിൽ മുറിച്ചു നൽകിയത്, അല്ലേ? അങ്ങനെയല്ലേ കന്യകാമേരി നമ്മുടെ അമ്മയായത്? ആണാ? പരിശുദ്ധമ്മയെക്കുറിച്ച് ബൈബിളിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ധ്യാനിച്ചിട്ടില്ലേ? പരിശുദ്ധമ്മ സ്വന്തം ഉദരത്തിൽ യേശു ജനിച്ചില്ലേ? ജനിച്ചാ? ഉറപ്പാണാ? അതിനുശേഷം എന്ത് സംഭവിച്ചു? ബത്ലഹേമിലെ കാലത്തൊഴുത്തിൽ അവനെ പ്രസവിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു അറിയാമോ? അറിയാമോ? ആ ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഹേറോദസ് പുറപ്പെടുന്നുണ്ട്, അല്ലേ? ദൈവം തന്നെ സ്വയം മാംസം ധരിച്ച് ഒരു ശിശുവായിട്ട്, ഉണ്ണീശുവായിട്ട് കാലിത്തൊഴുത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ശിശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകം, അല്ലേ, പുറത്തേക്ക് വന്നില്ലേ? ഹേറോദസ് എന്ന് വെച്ചാൽ ഒരു ദുഷ്ടാരൂപിയെ പോലെയാ. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം അധികാരത്തിന് വേണ്ടി സ്വന്തം ഭാര്യയും മക്കളെയും ബന്ധുക്കളെയും കൊന്ന ഒരു ആരാണ്? രാജാവാണ്. രാജാവാണാ? യഹൂദരുടെ രാജാവാന്ന് പറയാം. പക്ഷെ യഹൂദനാണാ? യഹൂദനല്ല. യഹൂദർക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ അവന്റെ അടുത്തേക്കാൻ കിടക്കുന്നെന്നും ജ്ഞാനികൾ എത്തിയിട്ട് പറഞ്ഞത് എന്താ? ഞങ്ങൾ നക്ഷത്രം കണ്ടു, ഒരു ശിശു പിറന്നെന്ന്. രക്ഷകൻ. ആ രക്ഷകനെ, ആ ശിശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ബത്ലഹേമിലേക്ക് പടയാളികളെ വിട്ടവനാണ് ആര്? ആര്? ഹേറോദസ്. ആണാ? സത്യം പറയട്ടെ, നമ്മുടെ ഉള്ളിലും ശിശുവിൻ്റെ നിഷ്കളങ്കതയുണ്ട്. ആ നിഷ്കളങ്കതയെ നശിപ്പിക്കാൻ വേണ്ടി ലോകം എപ്പോഴും നമ്മളെ പ്രലോഭിപ്പിക്കാറുണ്ട്, ഇല്ലേ? ഇവിടെയുള്ള ഏറെ പേര് മുതിർന്നവരാ, നമ്മളൊക്കെ മുതിർന്നവരാണ് ആഗ്രഹിക്കുന്നവരാ. പക്ഷേ വളർന്ന് വളർന്ന് വലുതാകുമ്പോൾ, നേട്ടങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ, വിജയത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലുള്ള ആ നിഷ്കളങ്കം നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? പോയിട്ടില്ലേ? യേശു പറഞ്ഞത് എന്താ? ശിശുക്കളെ പോലെ ആകാൻ കഴിയാത്ത ആർക്കും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലെന്നാ. നമ്മൾ ശിശുക്കളാണ്. എപ്പോഴോ നമുക്ക് നഷ്ടപ്പെട്ട ആ ശിശുവിന്റെ നിഷ്കളങ്കത. സത്യം പറയട്ടെ, നമ്മൾ എത്രയൊക്കെ വളർന്നാലും
എത്രയൊക്കെ അറിവിൻ്റെയും സമ്പത്തിൻ്റെയും അഹന്തയിലേക്ക് ഉയർന്നാലും ഒരമ്മയുടെ മുമ്പിൽ നമുക്ക് ശിശുവാകാനാകും. ശരിയല്ലേ? ഒരമ്മയുടെ മുമ്പിൽ നമുക്ക് ശിശുവാനാകും. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ശിശുവിനെ നിഷ്കളങ്കത വീണ്ടെടുക്കുവാൻ ദൈവം നൽകിയ വിണ്ണിൻ്റെ കാരുണ്യമാണ് ആര്? പരിശുദ്ധ കന്യകാമേരി. ഒന്ന് ഓർത്ത് നോക്കി. എപ്പോഴും നമ്മൾ പരിശുദ്ധ അമ്മയുടെ നടയിൽ വന്നുകൊണ്ടേ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ, ജപമാല ചൊല്ലിയാൽ നമ്മുടെ ഉള്ളിലുള്ള ആ നിഷ്കളങ്കത പുറത്തു വരും. ആ ശിശുവിൻ്റെ നന്മ പുറത്തു വരും. പക്ഷേ ഈ ലോകം ശിശുക്കളെ പുകഴ്ത്തുന്ന ലോകമാണ്. എല്ലാവർക്കും വിജയിച്ചാൽ മതി, എല്ലാവർക്കും ഒന്നാമതായാൽ മതി. ആരെങ്കിലും ശിശുവിനെ നിഷ്കളങ്കം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാ? അവർ പരാജയപ്പെട്ടു പോകും. ഇതേ കുറച്ച് ശിശുക്കൾ ഇവിടെ ഉള്ളു, ബാക്കിയുള്ളവർക്ക് പുറത്താണ്. കുറച്ച് നാളുകളിൽ ഇവരും പുറത്താവും. ആണാ? കാരണം ലോകം നമ്മുടെ ഉള്ളിലുള്ള നന്മയെ, ആ നൈർമല്യത്തെ, ആ പുണ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുക. ഞാൻ ഓർക്കിയ മനോഹരമായൊരു സിനിമ ബ്യൂട്ടിഫുൾ കേട്ടിട്ടുണ്ടാ? ബ്യൂട്ടിഫുൾ എന്ന സിനിമ കേട്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ടാ? കേൾക്കാതെ എങ്ങനെ കാണാനാണല്ലേ? മലയാളം സിനിമയുണ്ടാ? അതിൽ 2 നായകന്മാരുണ്ട്, ജയസൂര്യയും അനൂപ് മേനോനും. കേട്ടിട്ടുണ്ട് ഇവരെയൊക്കെ? ജയസൂര്യയെ കുറിച്ച് കേട്ടിട്ടുണ്ടാ? സിനിമ കാണുന്നവരൊക്കെ തന്നെയാണ് നിങ്ങൾ, ഇല്ലേ? ഈ ജയസൂര്യയും അനൂപ് മേനോനുള്ള സിനിമയുടെ പേരാണ് ബ്യൂട്ടിഫുൾ. ഞാൻ സിനിമ മൊത്തം കണ്ടിട്ടില്ല, പക്ഷേ ഫേസ്ബുക്കിൽ ഒരു ചെറിയ ഭാഗം കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ്. ഞാൻ പറയട്ടെ എൻ്റെ കഥ, കുഴപ്പമുണ്ടാ? ബോറടിച്ചാ? ഒരു ക്ലാസ് മുറിയാണ്ട. ക്ലാസ് മുറിയിൽ വീൽ ചെയറിൽ ഒരു കൊച്ചുകുട്ടി ഇരിക്കുക. വീൽ ചെയറിൽ ഇരിക്കുന്ന വെച്ചാൽ നടക്കാൻ പറ്റില്ല, തളർന്നിരിക്കുക, പകുതി തളർന്നിരിക്കുക. ബാക്കി കുട്ടികളൊക്കെ പുറത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഇവന് പുറത്തു പോകാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല. അവൻ ഒറ്റയ്ക്ക് ക്ലാസ് മുറിയിൽ ഇരിക്കുക. പെട്ടെന്ന് അവന് മൂത്രശങ്കം വന്ന്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കാർക്ക് മൂത്രശങ്കം വന്ന് നിങ്ങൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോവില്ലേ? അല്ലേ? ഒന്ന് കുമ്പിട്ടിട്ട് ഓടിപ്പോവും. പക്ഷെ ഇവന് പോകാൻ പറ്റുമോ? വീൽ ചെയറിലിരിക്കുക. സ്വാഭാവികമായിട്ട് ആരുടെയെങ്കിലും സഹായം വേണ്ടേ? ഇവൻ വേഗം ടീച്ചറെ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ടീച്ചർ ഓഫീസിലാണ്, കുട്ടികൾ പുറത്താണ്. അപ്പം ആരും വന്നില്ല. ഇവൻ നീട്ടി ടീച്ചറെന്ന് വിളിച്ചപ്പോൾ കളിക്കാതിരുന്നൊരു കുട്ടി അസുരം കേട്ട് അവൻ പതിയെ ക്ലാസ് മുറിയിലേക്ക് വന്ന ആ നിമിഷം അവൻ്റെ കൺട്രോള് പോയി. ട്രൗസറിലൂടെ മൂത്രം ഇങ്ങനെ താഴെ ഒളിച്ചൊലിച്ച് ക്ലാസ് മുറിയിൽ വീണ് ഇവനാകെ നാണക്കേടായി. അപ്പം അടുത്ത് വന്ന ആദ്യത്തെ കുട്ടി നോക്കി നിൽക്കുമ്പോൾ തന്നെ ബെല്ല് ഓടിച്ച്. അപ്പം മൈതാനത്ത് കളിച്ചു വന്ന കുട്ടികളൊക്കെ ക്ലാസ് മുറിയിലേക്ക് ഓടി വരാൻ പോയ ഇവന് വേഗം നാണം കൂടിയതുകൊണ്ട് അടുത്ത് വന്ന ആ കുട്ടിയോട് പറഞ്ഞേ, ഇതൊന്നും തുടച്ചു തരുമെന്ന് ചോദിച്ചു. ആ കുട്ടി അടുത്ത് വന്ന നിമിഷം തന്നെ പിന്നീട് ബാക്കി കുട്ടികൾ വന്നുകൊണ്ടിരിക്കുക. ഇവൻ വേഗം എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ ഇരുന്നൊരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് അവൻ്റെ ഷർട്ടിലേക്കും ട്രൗസറിലേക്കും ഒഴിച്ചു കൊടുത്ത്. ഇപ്പം മണം പോകുമല്ലോ. ഇവൻ നന്മ ചെയ്തതാ. പക്ഷേ അപ്പോഴേക്കും ബെല്ലടി കേട്ട് ക്ലാസ് മുറിയിൽ വന്ന ടീച്ചർ അത് കണ്ട് ടീച്ചർ ആ കുഞ്ഞിൻ്റെ കവളത്തേക്ക് ഒരു അടിയെടുത്ത്, ഇങ്ങനെയാണ് പാവം ഇവനോട് പെരുമാറുന്നത്, നിനക്ക് കരുണയില്ലടാന്ന് പറഞ്ഞിട്ട് അവനെ ക്ലാസ്സിൻ്റെ പുറത്താക്കി. അവനൊന്നും പറഞ്ഞില്ല. വീൽ ചെറിയുന്ന കുട്ടിയും ഒന്നും പറഞ്ഞില്ല. കാരണം പറഞ്ഞ നാണക്കേടല്ലേ. പുറത്തേക്ക് പോയ കുട്ടിയെ പതിയെ ജനലിൻ്റെ അടുത്ത് വന്നിട്ട് നിഷ്കളങ്കതയോടെ അവരെ നോക്കി ചിരിച്ച്. ഈ സിനിമ പറഞ്ഞ എന്താണെന്നറിയാമോ? അവസാനം 35 വർഷങ്ങൾക്ക് ശേഷം വീൽ ചെയറിയിരിക്കുന്ന ആ കുഞ്ഞ് വളർന്ന് വലുതായി. അന്ന് ട്രൗസർ വെള്ളമൊഴിച്ചവനും വലുതായി. ഈ വീൽ ചെയറിയിരിക്കുന്നവൻ്റെ പേരാണ് ജയസൂര്യ, വെള്ളമൊഴിച്ചവൻ്റെ പേരാണ് അനൂപ് മേനോൻ. ഇവർ പരസ്പരം കണ്ടുമുട്ടിയപ്പോഴേ ഈ ജയസൂര്യ അനൂപ് മേനോട് പറയുന്നൊരു കാര്യമുണ്ട്. പണ്ട് 35 വർഷം മുമ്പ് ആ കുഞ്ഞ് എന്നോട് കാണിച്ച കരുണ ഈ വർഷങ്ങളിൽ ഒരിക്കൽ പോലും ഒരു മനുഷ്യനോട് കാണിച്ചിട്ടില്ല. ആ കുഞ്ഞ് വലുതായി ഇപ്പോൾ നീയായി എൻ്റെ മുമ്പ് നിൽക്കുക. എന്നിട്ട് എനിക്ക് ഉറപ്പുണ്ട് ആ പഴയ നന്മൊന്നും നിനക്കില്ല. Maturity is all about losing our innocence. അർത്ഥം മനസ്സിലായ? പക്വത എന്നത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കതയാണ്. നമ്മൾ പക്വതയുള്ളവരാണെന്ന് നമ്മൾ വിചാരിക്കണം.
നല്ല കാര്യപ്രാപ്തിയോട് ബിസിനസ് നടത്തുന്നവരാ വിചാരിക്കണം. നമ്മൾ ആരെയും വഞ്ചിച്ച് നമ്മുടെ കാര്യം നടക്കണമെന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ്. പക്ഷെ ഇങ്ങനെ വിജയിച്ച് പക്വതയിലേക്ക് എത്തുന്ന ഈ നെട്ടോട്ടങ്ങൾക്കിടയിൽ നമ്മുടെ ഉള്ളിലുള്ള നിഷ്കളങ്കത നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ? ഈ നിഷ്കളങ്കത വീണ്ടെടുക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയെ ആശ്രയിക്കണം. അതാണ് സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായം നമ്മൾ കാണുന്നത്. യേശുവെന്ന ആ നിർമ്മല ശിശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹേറോദേസ് വാളുമായിട്ട് പടയാളികളെ വിട്ടപ്പോൾ ആ യേശുവിനെ രക്ഷിക്കുവാൻ വേണ്ടി അമ്മയും ഔസേപിതാവും ചെയ്തതെന്താ? ബെത്ലഹേം വിട്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോയി. ഒരുപാട് ശിശുക്കൾ ബെത്ലഹേമിൽ വധിക്കപ്പെട്ട്, പക്ഷേ ഹേറോദേസിന്റെ കുടില തന്ത്രങ്ങളിൽ ആ ഉണ്ണീശപ്പെട്ട പരിശുദ്ധമ്മ നിഷ്കളങ്കതയെ ആ ശിശുവിനെ രക്ഷിച്ച്. ശരിയല്ലേ? ഒരു സത്യം പറയട്ടെ, പരിശുദ്ധ അമ്മയെ ആശ്രയിച്ച് അനുദിനം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അമ്മയുടെ മധ്യസ്ഥ സഹായം യാചിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള ആ നിഷ്കളങ്കം നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. ഞാൻ ഓർക്കുകയാണ്, വഴിതെറ്റിപ്പൊരു കൊച്ചുകുട്ടി വലിയൊരു കലാപം നടന്നപ്പോൾ സ്വന്തം അപ്പൻ്റെ കൈവിട്ട് എവിടെയോ വിട്ടുപോയി. അവസാനം കലാപമൊക്കെ അവസാനിച്ച് എല്ലാവരും വീട്ടിൽ പോയപ്പോൾ അർദ്ധരാത്രിയായി. അവന് ഭയമായി. കാരണം സ്വന്തം വീട്ടിലേക്കുള്ള വഴി അവൻ അറിഞ്ഞുകൂടാ. അപ്പനെ കാണാനില്ല, പരിചയമുള്ള ആരെയും കാണാനില്ല. അപ്പോൾ തെരുവിൽ ഇരുട്ടിൽ ഇങ്ങനെ ഭയന്ന് പറിച്ച് അവൻ എന്ന് കരയാൻ തുടങ്ങി. രാത്രി പെട്രോളിങ്ങിന് വന്ന ഒരു പോലീസ് നോക്കിയപ്പോൾ കുഞ്ഞ് കരയാണ്. പതിയെ ഇരുട്ടിലേക്ക് വന്നപ്പോഴേക്കും ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെ കാണുക. അവനെ പിടിച്ച് പതിയെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ കരയണ? ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് എന്താന്ന് ചോദിച്ചു. അപ്പം അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞ്, ഞാൻ വഴിതെറ്റിപ്പോയതാ, എൻ്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാരന് കരുണ തോന്നി. അയാൾ ആ കുഞ്ഞിനോട് പറഞ്ഞ്, നിൻ്റെ വീട് എവിടെയാണെന്ന് പറയ്, അവിടെ ഞാൻ നിനക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷെ ഒരുപാട് നേരം കരഞ്ഞ് ഭയന്ന് വിറച്ചത് കൊണ്ട് അവന് ഓർമ്മയൊന്നും വന്നില്ല, വീട് എവിടെയെന്ന് പറയാൻ പറ്റണില്ല. അപ്പോൾ ഈ കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടി പോലീസുകാരൻ പറഞ്ഞു, ഈ സ്ട്രീറ്റിൻ്റെ അടുത്താണ്, ഈ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ്, ഈ ഷോപ്പിൻ്റെ അടുത്താണ്, അങ്ങനെ പല സ്ഥലങ്ങൾ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞിനൊന്നും ഓർമ്മ വന്നില്ല. പെട്ടെന്ന് സങ്കടത്തോടെ ഈ പോലീസ് ദൂരേക്ക് നോക്കിയപ്പോൾ കണ്ടെന്നാന്നറിയാമോ? അങ്ങ് ദൂരെ പരിശുദ്ധ അമ്മയുടെ ഒരു സ്റ്റാച്ചു, ഒരു ഗ്രോട്ടോയുടെ മുകളിലിരിക്കുന്ന രൂപം, നല്ല നീല നിറമുള്ള പ്രകാശം അവിടെയുണ്ട്. പതിയെ ആ പോലീസുകാരൻ ആ കുഞ്ഞുകുട്ടിയെ ചൂണ്ടിയിട്ട് പറയുക, അവിടെ കണ്ടില്ലേ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു കണ്ടില്ലേ, അതിൻ്റെ അടുത്താണെന്ന് ചോദിച്ചു. ആ മാതാവിൻ്റെ രൂപം കണ്ടപ്പോൾ കുഞ്ഞിന് ഓർമ്മ വന്ന്, അതെ ആ ഗ്രോട്ടോയുടെ അടുത്താണ് എൻ്റെ വീട്, എന്നെ ആ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ അടുത്ത് എത്തിച്ചാൽ മതി, പിന്നെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാമെന്ന് പറഞ്ഞു. പതിയെ ഈ പോലീസുകാരൻ ആ കുഞ്ഞിൻ്റെ കരം പിടിച്ച് ആ ഗ്രോട്ടിൻ്റെ അടുത്ത് എത്തിച്ച്. ആ അമ്മയുടെ അടുത്തെത്തിയപ്പോൾ കുഞ്ഞിന് ആശ്വാസമായി, കാരണം തൊട്ടടുത്തന്നെ വീട്. അവൻ പതിയെ വീട്ടിലേക്ക് പോയി. എന്നൊരുപാട് മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുക. ശരിയല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ മൊബൈലിലൂടെയൊക്കെ ലോകത്തിന് തിന്മകൾ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് വരുന്നില്ലേ? വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? ഒരു ക്രൈസ്തവ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കടമ എന്താണെന്നറിയാമോ? നമ്മുടെ മക്കളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ എത്തിച്ചാൽ മതി. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മുടെ മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ സത്യമായിട്ടും അവർ വിശുദ്ധിയിലേക്ക് വരില്ലേ? വരുമോ? ഒന്ന് ഉറപ്പിച്ച് പറ. പക്ഷെ നമുക്ക് തന്നെ ഇപ്പോൾ ഭക്തിയില്ലാതായിരിക്കുക. എത്ര നാളായി ആത്മാർത്ഥമായിട്ട് നമുക്ക് കുടുംബ പ്രാർത്ഥനയൊക്കെ ചെല്ലിയിട്ട്. നമുക്ക് കുടുംബ പ്രാർത്ഥന ഇപ്പം ചെല്ലുന്നത് എപ്പോഴാണെന്നറിയാമോ? 2 സീരിയലിൻ്റെ ബ്രേക്കിലാണ്. എന്തുമാത്രം തീഷ്ണതയാണ് ഇവിടെ ഇരിക്കുന്ന നല്ല അമ്മമാരൊക്കെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കണം. ഇടയ്ക്കൊരു പരസ്യത്തിന് ഗ്യാപ്പ് വന്ന് ചെല്ലി അങ്ങനെയല്ലേ നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ അങ്ങനെയല്ല പഠിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, ഭക്തിയോട് നിങ്ങൾ നിങ്ങളുടെ സന്ധ്യാനേരത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ജപമാല ചെല്ലിയ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ അടുത്ത് നിർത്തിക്കൊണ്ട് അങ്ങനെ ചെല്ലാൻ പഠിപ്പിച്ചാൽ അവർ വഴിതെറ്റിപ്പോകുമോ? എത്ര വഴിതെറ്റിപ്പോയാലും ഒരു നാൾ തിരിച്ചു വരും. ഒന്ന് ഓർത്ത് നോക്കണോട്ടാ. യേശുനാഥൻ ജനിച്ചപ്പോൾ ആ യേശുവിനെ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പോയത് ആരാണ്? പരിശുദ്ധ കന്യാമേരിയല്ലേ? പക്ഷേ യേശുവിനെ പിന്നീട് അവർക്ക് നഷ്ടപ്പെട്ട ഓർമ്മയുണ്ട?
12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ പോയി തിരികെ വരുന്ന വഴിയിൽ തിരക്കിൻ്റെ നടുവിൽ പെട്ടെന്ന് ആ മകനെ കൈവിട്ടു പോയാ. നമുക്ക് നമ്മുടെ മക്കളെ കൈവിട്ടു പോകാൻ സാധ്യതയില്ലേ? ഒന്ന് പറയ്, സാധ്യതയുണ്ട? പക്ഷെ ഈ അമ്മ ചെയ്തത് എന്താ? തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ മകനെ വിട്ടുപേക്ഷിച്ച് വീട്ടിലേക്കാണ് അമ്മ പോയത്. തിരികെ പോയി ദേവാലയത്തിലേക്ക്. എന്നിട്ട് അവിടെ വെച്ച് തൻ്റെ മകനെ കണ്ടെത്തി. ഈ ലോകത്ത് പരിശുദ്ധമ്മയുടെ നിയോഗമിതാ. ഒരുപാട് മക്കൾ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുക. ആ മക്കളെ ദൈവത്തിലേക്ക്, ദേവാലയത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം നിയോഗിച്ചവള പരിശുദ്ധ കന്യകാമേരി ആണാ. ഫാത്തിമായിൽ, ലൂർദിൽ, വേളാങ്കണ്ണിയിൽ ഇവിടെയൊക്കെ ഒരുപാട് മക്കളെ അമ്മ വീണ്ടെടുത്തിട്ടില്ലേ? വീണ്ടെടുത്തിട്ടുണ്ടാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുവിശേഷത്തിലെ അധ്യായം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. കാരണം എന്താണെന്നറിയാമോ? അത് നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ കഥകളാണ്. ഓർമ്മയുണ്ട? 3 ഉപമകളുണ്ട് അതിൽ. ആദ്യത്തെ ഉപമ എന്താ? 100 ആടുകളിൽ ഒരാട് നഷ്ടപ്പെട്ട് ഇടയൻ എന്ത് ചെയ്ത്? 99നെയും ഉപേക്ഷിച്ചിട്ട് ആ നഷ്ടപ്പെട്ട ആടിന് പിന്നാലെ പോയി കണ്ടെത്തി തിരികെ വന്ന്. ഈ ഇടയൻ ആരാ? പറയും. യേശുവല്ലേ? നല്ല ഇടയൻ എന്നൊക്കെ വിളിക്കുന്ന യേശുനാഥനല്ലേ? അതിനുശേഷം വേറൊരു ഉപമയുണ്ട്. പക്ഷെ 3-ാമത്തെ ഉപമ അറിയാമോ? വളരെ ഫേമസ് ആയ പ്രസിദ്ധമായ ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ അല്ലെ? 2 മക്കള്. ആ 2 മക്കൾ, ഒരു മകൻ പിതാവിന്റെ സ്നേഹമൊക്കെ മറന്നിട്ട് സ്വത്തുമായിട്ട് ലോകത്ത് പോയി ധൂർത്തടിച്ച് സ്വന്തം ജീവിതം നശിപ്പിച്ച് കളഞ്ഞു അല്ലേ? പക്ഷെ പിന്നീട് തിരിച്ചു വന്നത് എന്തുകൊണ്ടാണ്? ആ പിതാവിന്റെ സ്നേഹം ഓർത്തിട്ടല്ലേ? ഈ പിതാവ് ആരാ? യേശുവാണ്. യേശു ഇടയനാണ്. അപ്പൊ ഈ പിതാവാരാ? ദൈവപിതാവാണ്. ഇപ്പൊ ഇടയനായ യേശുവിനും സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ദൈവപിതാവിനും ഇടയിലൊരു ഉപമയുണ്ട്. അതാരുടെ? ഒരു സ്ത്രീയുടെ ഉപമ അറിഞ്ഞൂടെ? 10 നാണയങ്ങളിൽ ഒരു നാണയം നഷ്ടപ്പെട്ടപ്പോൾ എന്ത് ചെയ്ത്? അത് വീണ്ടും കിട്ടുവാൻ വേണ്ടി ആ സ്ത്രീ വിളക്ക് കത്തിച്ച്, എന്നിട്ട് മുറി മൊത്തം വൃത്തിയാക്കിയിട്ട് ആ നാണയം കണ്ടെത്തിയില്ലേ? ഈ സ്ത്രീ ആരാ? ഈ സ്ത്രീ ആരാ? പരിശുദ്ധ അമ്മയാ. ആദ്യത്തെ ഉപമയിൽ യേശു നഷ്ടപ്പെട്ട ആടുകളുടെ പിന്നാലെ പോയി കണ്ടെത്തി. 3-ാമത്തെ ഉപമയിൽ നഷ്ടപ്പെട്ട മകന് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹപിതാവ്. അപ്പൊ പിതാവിനും യേശുവിനും മധ്യേ ഒരു സ്ത്രീ. ആ സ്ത്രീ ആരാ? പരിശുദ്ധ അമ്മയാ. പരിശുദ്ധമ്മ ചെയ്യുന്ന ആ വലിയ നന്മയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ കഥയാണത്. എന്ത്? 10 നാണയം, ഒരു നാണയം നഷ്ടപ്പെട്ടപ്പോൾ ആ നാണയം കിട്ടുവാൻ വേണ്ടി യേശു എന്ന നിത്യതയുടെ പ്രകാശവുമായിട്ട് ഈ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നൊരു അമ്മയ കന്യകാമേരി ആണാ. ഒരുപാട് മക്കളെ അമ്മ നേടിയെടുത്തിട്ടുണ്ടാ? ഉണ്ടാ? ഞാനൊരു അനുഭവം പറയട്ടെ. ഞാൻ കൊല്ലത്ത് പോകുന്നതിന് മുമ്പ് 9 വർഷം എറണാകുളത്തുള്ള പുനരുന്നിയുള്ളൊരു കപ്പൂച്ചിനാശ്രമത്തിലാണ്. കേട്ടിട്ടുണ്ടാ? അവിടെ ദൈവദാസനായ തിയോഫനച്ചൻ്റെ ഒരു ശ്രൈനും കല്ലറയൊക്കെ ഉണ്ട്. അവിടെയാണ് ഞാൻ സേവനം ചെയ്തത്. ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ദിവസം പരിചയപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു മധ്യവയസ്കനാണ്, ഈ ദേവാലയത്തിൽ വന്ന് മുട്ടുമ്പോൾ നിന്ന് മണിക്കൂറുകളും പ്രാർത്ഥിക്കുക. ഇത്രമാത്രം തീഷ്ണോട്ട് പ്രാർത്ഥിക്കുന്ന ചിലരെ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിലേക്ക് വന്ന് എന്നിട്ട് എന്നോട് ചോദിച്ച്, അച്ഛൻ എന്നെ പരിചയമുണ്ടാന്ന് ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കധികം പരിചയമൊന്നുമില്ലെന്ന് പറയും. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറില്ല. എനിക്ക് നല്ല തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരോട് ദൈവവചനം പങ്കുവയ്ക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറേയധികം വർഷങ്ങൾ ഞാനൊരു നാസ്തികനായിരുന്നു. നാസ്തികൻ എന്ന് വെച്ചാൽ ദൈവമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു വർഷങ്ങളോളം. പിന്നീടാണ് ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വന്നത്. ഇപ്പോൾ ഞാൻ തീഷ്ണതയോടെ ബൈബിൾ വായിക്കുന്ന, ധ്യാനിക്കുന്ന, ചില നേരങ്ങളിൽ ഞാൻ വചനം പ്രഘോഷിക്കാൻ പോലും പോകാറുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടേ അവൻ സ്വന്തം ജീവിതം എന്നോട് പങ്കുവെച്ച്. പറഞ്ഞെന്താണെന്നറിയാമോ? വളരെ ചെറുപ്പത്തിൽ സ്വന്തം അപ്പൻ അമ്മയെ ഉപേക്ഷിച്ച്
വേറൊരു പെണ്ണിൻ്റെ പിന്നാലെ പോയി. നാണക്കേടായി. ഈ അമ്മയും 3-4 മക്കളേ ഉള്ളു. പട്ടിണിയാ, ദാരിദ്ര്യം. അപ്പനിങ്ങനെ വഴിതെറ്റി പോയത് കണ്ടിട്ട് അയൽവാസികളൊക്കെ എപ്പോഴും കളിയാക്കാൻ നിന്ദിക്കും. അപമാനഭാരം കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് മനസ്സ് മടുത്തിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ദൈവവിരോധിയായിട്ട് മാറിയത്. ദൈവത്തിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അപമാനം സ്വന്തം ജീവിതത്തിൽ വരുമോ എന്നയാൾ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നത്. നന്നായിട്ടൊക്കെ പഠിക്കൂട്ടാ, ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കും, നന്നായിട്ട് വാക്തർക്കങ്ങൾ ഏർപ്പെടാനും വാദിക്കാനൊക്കെ കഴിവുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിശ്വാസപരമായി ചർച്ചയുണ്ടോ അയാൾ വന്നിട്ട് ദൈവത്തെ നിഷേധിക്കും. അങ്ങനെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ദൈവവിരോധിയായി, ഒരു നാസ്തികനായിട്ട് അയാൾ മാറി. അയാൾക്ക് പല വിശ്വാസത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നല്ലൊരു കമ്പനി, നല്ല ജോലിയൊക്കെ ചെയ്യുക. ഒരു ഹിന്ദു വിശ്വാസി ഒരു കൂട്ടുകാരനൊക്കെ ഉണ്ട്. ഇയാളോടൊപ്പം എപ്പോഴൊക്കെ നടക്കാനൊക്കെ പോകും. ഈ കൂട്ടുകാരൻ അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ ഇയാൾ പുറത്തിരിക്കും. അപ്പോൾ അയാൾ ഇങ്ങനെ ചിന്തിക്കും, ഇവനൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവമുണ്ട്, പക്ഷെ എൻ്റെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ എനിക്കൊരു ദൈവമില്ലല്ലോ, കഷ്ടം. ഇങ്ങനെയൊക്കെ സ്വയം ചിന്തിക്കാറുണ്ട്. ഒരു ദിവസം എറണാകുളത്ത് ഹൈക്കോടതിൻ്റെ അടുത്ത് അയാൾ ഫീൽഡ് വർക്കിന് പോയി. കമ്പനി ഏൽപ്പിച്ചൊരു ജോലി ചെയ്യാൻ വേണ്ടി ഫീൽഡ് വർക്കിന് പോവുക. അപ്പോൾ ഹൈക്കോടതി സൈഡിലുള്ള റോഡിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോഴേ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി പോകണം. നല്ല വസ്ത്രം, മുഖത്ത് എന്തെന്നില്ലാത്ത നല്ല സൗന്ദര്യം. ചെറുപ്പക്കാരന് ദൈവവിശ്വാസമൊന്നുമില്ല അല്ലേ, തിന്മയെ ജയിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കണമെന്നൊരു ആഗ്രഹം വന്ന്. അപ്പം അവൾ പോകുന്ന വഴിയിലൂടെ ഇയാൾ ഫീൽഡ് വർക്ക് നിർത്തി പിന്നാലെ പോകാൻ തുടങ്ങി. ഈ പെൺകുട്ടി പതിയെ നടന്നേ ഹൈക്കോടതിനടുത്തുള്ള കപ്പൽപ്പള്ളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട? വരാപ്പുഴ രൂപതയുടെ കത്രിയുടെ ദേവാലയം. പരിശുദ്ധ അമ്മയാണ് അവിടെയുള്ള. എല്ലാ ശനിയാഴ്ച അവിടെ നൊവേന ആരാധനകളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് പ്രാർത്ഥിക്കാറുണ്ട്. ഈ പെൺകുട്ടി ആ ദേവാലയത്തിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇവളുടെ സൗന്ദര്യം കാണുമെന്ന് അധമമായ ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരനും പതിയെ ദേവാലയത്തിലേക്ക് കയറി ആ പെൺകുട്ടി സ്ത്രീകൾ ഇരിക്കുന്ന സൈഡിൽ വന്നിരുന്നു ഇവിടെ. പക്ഷെ അവിടെ പോയി ഇരിക്കാൻ പറ്റുമോ? ആണുങ്ങളെന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഇയാള് ആണുങ്ങളിരിക്കുന്ന സൈഡിൽ വന്നിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ആ പെൺകുട്ടിയെ നോക്കാമെന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ചിന്തിച്ച് മറ്റുള്ളവർ കാണാൻ നോക്കും, ശ്രദ്ധിക്കണം. അപ്പോൾ അത് മറ്റുള്ളവർ തെറ്റായിട്ട് വിചാരിക്കില്ലേ? അതുകൊണ്ട് അല്പസമയം പെൺകുട്ടിയെ നോക്കണ്ടെന്ന് വിചാരിച്ച് വെറുതെ ആൾത്താരെ മുമ്പിലേക്ക് അങ്ങോട്ട് നോക്കിയപ്പോഴേ ആൾത്താരക്കരയിൽ പരിശുദ്ധ അമ്മയുടെ മനോഹരമായൊരു രൂപം. ആ സൗന്ദര്യം ഇങ്ങോട്ട് നോക്കി പതിയെ ഇയാൾ കണ്ണടച്ച നിമിഷം എന്തെന്നില്ലാത്തൊരു ആത്മീയ ലഹരി അയാൾ ഉള്ളിലേക്ക് കടന്നു വരിക. ചുറ്റും അഭൂമമായൊരു സ്വരം. പതിയെ അയാൾ കണ്ണ് നിറയാൻ തുടങ്ങി. അയാൾ പഴയ ഓർമ്മയിലേക്ക് പോയി. ഒരുപാട് തവണ ദൈവത്തെ തള്ളിപ്പറഞ്ഞ, നിഷേധിച്ച, പാപം ചെയ്ത നിമിഷങ്ങളിങ്ങനെ ഓർമ്മയിലേക്ക് നിറഞ്ഞു വന്ന് അയാൾ വിങ്ങിപ്പൊട്ടിക്കരയാൻ തുടങ്ങി. പെട്ടെന്ന് അയാൾ പറഞ്ഞു, ദൈവമേ, ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞത് എൻ്റെ കഷ്ടകാലം കൊണ്ടുള്ള പ്രതിഷേധം കൊണ്ടാ, എന്നോട് ക്ഷമിക്കണമേ എന്ന് അയാൾ വിങ്ങിപ്പൊട്ടി. ഏകദേശം 2 മണിക്കൂറോളം കണ്ണടച്ച് വെങ്ങിപ്പൊട്ടി കരഞ്ഞ് അവസാനം കണ്ണു തുറന്നപ്പോഴേ ദേവാലയത്തിൽ ആരുമില്ല, ആ പെൺകുട്ടിയുമില്ല. ഫ്രണ്ടിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ആ പെൺകുട്ടിയല്ല, പരിശുദ്ധ മേരിയ. വഴിതെറ്റിപ്പോയി ദൈവത്തിൻ്റെ സ്നേഹം മറന്ന് തിന്മയെ ജീവിച്ച് തന്നെ ആകർഷിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നതാ, ദൈവത്തിന് അനുഭവം തരാൻ. ഒരുപാട് നേരം അയാൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഈ കത്തിയുടെ ദേവാലയത്തിൽ നിന്ന് കുർബാന കൂടും. ആ സമയത്തൊരു കരിസ്മാറ്റിക് ധ്യാനം അവിടെ നടന്നു. അതിലും കൂടി പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ അയാൾ നല്ലൊരു വിശ്വാസമായിട്ട് മാറി. അദ്ദേഹം ആ അനുഭവം എന്നോട് പങ്കുവെച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു നിറവ. ഒന്ന് ഓർത്ത് നോക്കി, പരിശുദ്ധമ്മ ചെയ്തത് എന്താ? വഴിതെറ്റിപ്പോയ മക്കളെ ആ മാതൃസ്നേഹത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് യേശുവിലെത്തിച്ച്. ശരിയല്ലേ? പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ പറയുന്നത് എന്താ? മാതാവിൽ വിശ്വസിക്കേണ്ടതാ, യേശുവിൽ നിന്നും അകറ്റുന്ന. അങ്ങനെയാണ് പരിശുദ്ധ മേരി ചെയ്യണ.
ആണാ? പരിശുദ്ധ അമ്മയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ പതിയെ പതിയെ പരിശുദ്ധ അമ്മ ചെയ്യുന്നത് എന്താ? യേശുവിലേക്ക് എത്തിക്കണം. ആണാ? കാനായിലെ കല്യാണ വിരുന്നിൽ എന്താ സംഭവിച്ചത് പറ? എല്ലാ കല്യാണ തിരുനാളിലും നമ്മൾ പ്രസംഗിക്കുന്ന ഒരു ഭാഗമാണ് കാനായിലെ കല്യാണ വീട്ടിൽ. അവിടെ എന്ത് സംഭവിച്ചു? വീഞ്ഞ് തീർന്നു പോയില്ലേ? വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ ചെയ്തത് എന്താ? യേശുവിനോട് കാര്യം പറഞ്ഞ് കുറവുണ്ടെന്ന് പറഞ്ഞ്. അതിനുശേഷം ഭൃത്യന്മാരോട് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ പറയുന്നത് ചെയ്യുവിൻ. സുവിശേഷത്തിൽ പരിശുദ്ധ കന്യാകുമാരി പറഞ്ഞ അവസാനത്തെ വാക്യത 7 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ 7ാമത്തെ അവസാനത്തെ പ്രാവശ്യം കന്യാകുമാരി പറഞ്ഞത് എന്താ? യേശു പറയുന്നത് ചെയ്യുവിൻ, അല്ലേ? അതിനുശേഷം പലവട്ടം പരിശുദ്ധ അമ്മയെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. കാൽവരി പോലും അമ്മ ഒന്നും പറയുന്നില്ല, അല്ലേ? അപ്പസ്തലന്മാരുടെ മധ്യ ഇരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ പരിശുദ്ധ അമ്മ എന്തെങ്കിലും പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞത് കാനായിലെ കല്യാണ വീട്ടിലാ. എന്താ പറഞ്ഞത്? അവൻ പറയുന്നത് ജീവൻ. പരിശുദ്ധ അമ്മയ്ക്ക് അവസാനമായി നമ്മോട് പറയാൻ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണത്? യേശു പറയുന്നത് ചെയ്താൽ മതി. അമ്മയ്ക്ക് അതിനപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടാ? പരിശുദ്ധ അമ്മയിലേക്ക് വരുന്ന എല്ലാ മക്കളോടും പരിശുദ്ധ അമ്മയ്ക്ക് പറയാനുള്ളത് എന്താ? അവൻ പറയുന്നത് ചെയ്യണമെന്നാ. നമ്മ ചെയ്യാറുണ്ടാ? പരിശുദ്ധ അമ്മയുടെ മുമ്പ് നമ്മൾ ജപമാല ചെയ്യും. പക്ഷേ പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത് എന്താ? യേശു പറയുന്നത് ചെയ്യാനാ. നമ്മളങ്ങനെ ചെയ്യണ്ടേ? വേണ്ടേ? നിങ്ങൾക്ക് ബോറടിച്ച ഞാൻ വേറൊരു അനുഭവം പറയട്ടെ. ഒരു നാസ്തികനായ ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതേപോലെയുള്ളൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന് ആകെയുള്ളതൊരു മകനാ. ജീവിത പങ്കാളി നേരത്തെ മരിച്ചുപോയി. ഈ മകൻ ദൈവവിശ്വാസത്തിൽ വളരുന്നില്ല. കാരണം അപ്പൻ അവനെ ദൈവത്തിൽ നിന്ന് തള്ളിപ്പറഞ്ഞു. ദൈവമില്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഞായറാഴ്ച കാറ്റഗിസം നടക്കുന്ന സമയത്തെ ഈ മകൻ പതിയെ കാറ്റഗിസം ക്ലാസ്സിലേക്ക് വന്നു. അപ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ദൈവവിരോധിയായ ഒരു പിതാവിൻ്റെ മകനാണ് ഇവനെന്ന്. വലിയ വിശ്വാസമൊന്നുമില്ലെന്ന്. അപ്പോൾ ക്ലാസ് ടീച്ചർ ചോദിച്ചു, നീ എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞ് പറഞ്ഞേ, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നല്ലൊരു അമ്മയുണ്ടെന്ന്. എനിക്ക് അമ്മയില്ല. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ മരിച്ച്. അപ്പനെന്നെ സ്നേഹിക്കാറുണ്ട്, നല്ല നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. പക്ഷേ ഞാൻ വലിയൊരു മാരക രോഗം വന്ന് ക്ഷീണിച്ച് അവശനായിട്ട് കിടക്കുക. എനിക്കൊരു അമ്മയുടെ സ്നേഹം വേണം. വീട്ടിൽ അമ്മയില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ അമ്മയെ കാണാൻ വന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കാറ്റഗിസം ടീച്ചറിന് വിഷമമായി. ഒന്നും പറഞ്ഞില്ല. ആ കുഞ്ഞവിടെ ഇരിക്കാൻ, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് കാറ്റഗിസം ക്ലാസ് തുടർന്ന്. അവസാനം ക്ലാസ് അവസാനിച്ചപ്പോൾ ഈ ടീച്ചർ പതിയെ ആ കുഞ്ഞിനെ വിളിച്ച്, നമുക്ക് നമ്മുടെ അമ്മയെ കാണാൻ പോയാലാന്ന് വെച്ച്. ഒരുപാട് സന്തോഷത്തോടെ അവൻ ചാഴെ എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് വന്ന് ദേവാലയത്തെ വലത് സൈഡിലിരിക്കുന്ന പരിശുദ്ധ കന്യാമാതാവിൻ്റെ ആ സുന്ദരമായ രൂപം കാണിച്ചിട്ട് പറഞ്ഞ്, ഇതാണ് ഞങ്ങളുടെ അമ്മയെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോഴേ ഈ കുഞ്ഞ് ആനന്ദത്തോട് തുള്ളിച്ചാടി. പക്ഷെ പെട്ടെന്ന് സന്തോഷം സങ്കടം വിട്ട് മാറി. കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഉണ്ണീശോ ഇരിക്കണം. ഉണ്ണീശോയെ കണ്ടപ്പോൾ സങ്കടത്തോടെ കൊച്ചു ചോദിച്ചു, ഈ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു മകനുണ്ടല്ലേ, അപ്പോൾ എന്നെ മകനായിട്ട് സ്വീകരിക്കില്ലല്ലേ? അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു മകനില്ലേ, പിന്നെ എങ്ങനെ എന്നെ മകനായിട്ട് സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ടീച്ചറെ സ്നേഹത്തോടെ അവനെ തലോടിയിട്ട് പറഞ്ഞു, നിന്നെയും അമ്മ സ്വന്തം മകനെ പോലെ സ്നേഹിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി, കയ്യിലിരിക്കുന്ന ഉണ്ണീശോ പറയുന്നത് കേൾക്കണം. ഉണ്ണീശോ പറയുന്നത് കേട്ടാൽ നീയും അമ്മയുടെ മകനായിട്ട് മാറുമെന്ന് പറഞ്ഞു. ഉടനെ ആ കുഞ്ഞ് പറയുക, ഉണ്ണീശോ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, ഉണ്ണീശോ പറയുന്ന അനുസരിച്ച് ഞാൻ ജീവിക്കും. പതിയെ ടീച്ചറിൻ്റെ അടുത്ത് ഈ കുഞ്ഞ് എപ്പോഴും വരും. വേദപാഠമൊക്കെ പഠിച്ച് യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കി, പരിശുദ്ധ അമ്മയുടെ വാത്സല്യം മനസ്സിലാക്കി. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ ഈ കുഞ്ഞിൻ്റെ രോഗം മൂർച്ഛിച്ച് മരണക്കിടക്കയിലായി. ടീച്ചറത് കേട്ട് ടീച്ചർ പതിയെ വീട്ടിൽ ചെന്ന് അവൻ രോഗക്കിടക്കയിൽ കിടക്കുക. അവൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. സങ്കടത്തോടെ ടീച്ചർ അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച്, നിനക്ക് പ്രയാസമുണ്ടാ, നീ മരിക്കാൻ പോണില്ലേന്ന് ചോദിച്ചു. അപ്പം കുഞ്ഞ് പറഞ്ഞെന്താണെന്നറിയാമോ? എനിക്കൊരു പ്രയാസമില്ല, ഞാൻ മരിക്കാൻ കാത്തിരിക്കുക.
മരിച്ചിട്ട് വേണം സ്വർഗത്തിൽ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എനിക്ക് ഓടിപ്പോകാനെന്ന്. കണ്ട, നാസ്തികനൊരു പിതാവ്, വിശ്വാസം ഒന്നും പഠിപ്പിക്കാത്ത പിതാവ്. എന്നിട്ടും ആ കുഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹം മനസ്സിലാക്കി ഉണ്ണീശോ പറയുന്നത് കേട്ട് ജീവിച്ചപ്പോൾ മരണത്തിനപ്പുറം നിത്യതയിൽ സ്വർഗം ആഗ്രഹിച്ച് മിടിപൂട്ടിയ കുഞ്ഞായിട്ട് മാറി. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹം അനുഭവിച്ചു കൊടുക്കണം. അങ്ങനെ ദൈവപിതാവിൻ്റെ ആ സ്നേഹത്തിന് നിഴലുള്ള അമ്മയുടെ മാതൃത്വം മനസ്സിൽ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യേശുവിലേക്ക് നമ്മുടെ മക്കൾ തിരിച്ചു വരും. യേശുവിന് ഇന്നും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. എന്താ? കരയാന, കണ്ണുനീരിനെ പ്രാർത്ഥനയാക്കി മാറ്റാന. കണ്ണുനീരിനെ പ്രാർത്ഥനയാക്കി മാറ്റിയാൽ വഴിതെറ്റിപ്പോയ മക്കളൊക്കെ തിരികെ വരുമോ? വരും. പക്ഷെ നമുക്ക് കരയാനും പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല. മക്കളെ പ്രാകാനാണ് സമയം. ഞാനൊരു സത്യം പറയട്ടെ, എല്ലാം നന്മയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകമാണിത്. അവസാനത്തെ പ്രതീക്ഷ നല്ല അമ്മമാരുടെ കണ്ണുനീരാ. കരഞ്ഞ് പ്രാർത്ഥിച്ച ദൈവം കേൾക്കോ? ഉറപ്പാ കേൾക്കോ? ബൈബിള് തരുന്ന ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്ന്, അമ്മമാര് കരഞ്ഞാൽ മക്കൾ വീണ്ടെടുക്കപ്പെടുന്ന. എത്ര കഠോരമായ പാപം ചെയ്താലും, എത്രയേറെ ശിക്ഷാവധിയിൽ അകന്നു പോയാലും അമ്മമാർ കരഞ്ഞ ദൈവത്തിന് മനസ്താപം ഉണ്ടാകുമെന്നും അവരെ രക്ഷിക്കുമെന്നും ബൈബിള് തുറന്നു കാണിക്കുന്നുണ്ട്. ആദ്യത്തെ അമ്മ ആരാ? ബൈബിളിൽ ആദ്യത്തെ അമ്മ ആരാ അറിയാമോ? ബൈബിളിൽ ആദ്യത്തെ അമ്മ ആരാ? ഹവ്വായല്ലേ? ഹവ്വായ്ക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ട്. അതിൽ മൂത്ത മകനാണ് ആര്? കായൽ. സ്വന്തം സഹോദരനെ കൊന്ന ഏറ്റവും മോശപ്പെട്ട മകനല്ലേ കായല്? ഈ ആബേലും കായലും ബലിയർപ്പിച്ചപ്പോൾ ആബേലിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും തൻ്റെ ബലി സ്വീകരിക്കാതിരിക്കുകയും ചെയ്തതിന്റെ പേരിൽ അസൂയ പെരുകി അവസാനം അവനെ കൊന്നുകളഞ്ഞാര്? കായൽ കൊന്നുകളഞ്ഞില്ലേ? കായലൊരു കൊലപാതകയാ. പക്ഷെ അമ്മയ്ക്കെപ്പോഴും ഹവ്വായ്ക്കെപ്പോഴും ഈ കായൽ സ്വന്തം മകനല്ലേ? അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയ ബൈബിളിലൊരു രംഗമുണ്ട്. ഇവൻ ഇങ്ങനെ അപരാധം ചെയ്തപ്പോൾ ആബേലിന്റെ രക്തം ദൈവത്തിന് മുമ്പിൽ വിലപിച്ചെന്തിന്? ഇവനെ ശപിക്കാൻ വേണ്ടി. സ്വാഭാവികമായിട്ടും ആബേലിന്റെ രക്തം ഈ കായലിനെ ശപിക്കാൻ വേണ്ടി മത്സരിച്ചപ്പോൾ ഈ ഹവ്വായുടെ കണ്ണുനീര് ഒരുപക്ഷെ അവനെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂലേ? ഈ ആബേലിന്റെ രക്തം കണ്ടിട്ട് ദൈവം അവനെ ശപിക്കുന്നുണ്ട്. ഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന മനുഷ്യനായിട്ട് മാറണമെന്ന് ശപിച്ചാ. പക്ഷെ ഉടനെ തന്നെ ഹവ്വായുടെ കണ്ണുനീര് കണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ച്. എന്താണ്? നിന്നെ ശിക്ഷിച്ചാൽ 7 മടങ്ങ് പ്രതികാരം ഞാൻ മറ്റുള്ളവരോട് ചെയ്യുമെന്ന്. അതൊരു സംരക്ഷണമല്ലേ? കായൽ സ്വന്തം സഹോദരന്റെ കൊലപാതകയായിട്ടും അവനെ ദൈവം ഉപേക്ഷിച്ചില്ല, അവനെ ദൈവം അനുഗ്രഹിച്ച്. കാരണം എന്തുകൊണ്ടാ? ഹവ്വായുടെ കണ്ണുനീർ പ്രാർത്ഥന കണ്ടിട്ടാ. സാറായെ കുറിച്ച് നിനക്ക് അറിയാമോ? ഞാൻ തുടക്കത്തിൽ അബ്രഹാത്തെ കുറിച്ച് പറഞ്ഞു. അബ്രഹത്തിന്റെ ഭാര്യയാണ് ആര്? സാറ. അബ്രഹത്തോട് ദൈവം പറഞ്ഞത് എന്താണ്? നിന്റെ മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞില്ലേ? കൂടാരത്തിൽ നിന്ന് സ്വന്തം മകനുമായിട്ട് മോറിയ മലയിലേക്ക് പോയപ്പോൾ കൂടാരത്തിൽ അമ്മ സങ്കടപ്പെട്ടിട്ടുണ്ടാവൂലേ? ദൈവത്തെ വിശ്വസിച്ച് സ്വന്തം മകനുമായിട്ട് മല കയറി പോവുകയാണ് അബ്രഹാം. വിറകുണ്ട്, അഗ്നിയുണ്ട്, പക്ഷെ ആടില്ല. അപ്പൊ അമ്മയ്ക്ക് ആകുലത വന്നിട്ടുണ്ടാവൂലേ? ദൈവത്തോടുള്ള സ്നേഹത്തെ ഒരുപക്ഷെ തൻ്റെ മകനെ ഈ പിതാവ് കൊല്ലാൻ സാധ്യതയുണ്ട്. മലമുകളിൽ ഈ മകനെ ബലിയർപ്പിക്കാൻ വേണ്ടി കല്ലറയിൽ അവനെ കെട്ടിവെച്ച സമയത്ത് കൂടാരത്തിലിരുന്നു കൊണ്ട് സാറ വാവിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും, എൻ്റെ മകനെ രക്ഷിക്കണേന്ന്. ശരിയല്ലേ? ഈ സാറായുടെ കണ്ണുനീർ പ്രാർത്ഥന കൂടി കേട്ടിട്ടാണ് ദൈവം ആ മകനെ രക്ഷിച്ചത്. അബ്രഹത്തിന്റെ വിശ്വാസം കണ്ടിട്ട് മാത്രമായിരിക്കില്ല, സാറായുടെ കണ്ണുനീർ പ്രാർത്ഥനയോട് കണ്ടിട്ടാ. ഈ സാറായിക്കൊരു വൃത്തിയില്ലേ? കേട്ടിട്ടുണ്ടാ? ആരാണ്? ഹാഗാർ. ഹാഗാറിന് ഒരു മകനുണ്ട്. അതാരാ? ഇസ്മയിൽ ആണാ? അവസാനം ഈ സാറ ഈ ഹാഗാറിനെയും ഈ മകനെയും പുറത്താക്കുന്നുണ്ട്. ബൈബിൾ വായിച്ചിട്ടില്ലേ? അപ്പോൾ കുറച്ച് വെള്ളവുമായിട്ട് ഹാഗാറും തൻ്റെ മകനുമായിട്ട് മരുഭൂമിയിൽ അലഞ്ഞുകൊണ്ടിരിക്കുക. മരുഭൂമിയിൽ ദാഹം വരും,
അപ്പൊ വെള്ളം കുടിക്കും. വെള്ളം കുറച്ചു നേരം തീർന്നു പോയി, വെള്ളം കിട്ടിയില്ല. ഒരു നിമിഷം കണ്ണുകൾ അടക്കാം. പരിശുദ്ധ അമ്മയെ നമുക്കൊന്ന് ഓർക്കാം. ഒന്നോർത്ത് നോക്കി, കണ്ണുകൾ തുറന്നു തന്നെ. ആ മരുഭൂമിയിൽ ഇസ്മയിലിന് വെള്ളം കുടിക്കാൻ വെള്ളം തീർന്ന് ദാഹാർത്തനായി കുഞ്ഞു മരിക്കാൻ പോകുക. സ്വാഭാവികമായിട്ട് ഹാഗാർ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടാകൂലേ, തൻ്റെ മകൻ മരിക്കാൻ പോകുക. പക്ഷെ ആ കണ്ണുനീര് കണ്ടിട്ട് ദൈവം എന്താ ചെയ്തത്? മരുഭൂമിയിൽ നീരുണ്ടാക്കി കൊടുത്ത് ആ മകനെ രക്ഷിച്ച്. ആ മകൻ പിന്നെ വലിയൊരു സന്തതി പരമ്പരയായി വലിയ ജനസമൂഹമായിട്ട് മാറി. ചരിത്രം പറയുന്നത് എന്താണ്? അവരാണ് മുസ്ലിം എന്ന ആണാ വലിയൊരു ജനസമൂഹമാക്കി മാറ്റി. ആ ഹാഗാറിൻ്റെ കണ്ണുനീർ പ്രാർത്ഥന കണ്ടിട്ട് തീർന്ന. ഇനിയും ഒരുപാട് അമ്മമാര് ബൈബിളിലില്ലേ? മോശയുടെ അമ്മയുടെ പേരെന്താ പറയും? ഈ ദേവാലയത്തിലുള്ള ഒരമ്മയ്ക്ക് ആ പേരുണ്ടാകില്ല. അത്രയ്ക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പേരാ, കോംപ്ലിക്കേറ്റഡ് പേരാ. ആർക്കെങ്കിലും അറിയാമോ മോശയുടെ അമ്മയുടെ പേര്? ആദ്യാവുന്നതെന്ന് കൈവോക്കി. മോശയുടെ അമ്മയുടെ പേരെന്താ? ചിലർ കൈവക്കാൻ ശ്രമിച്ച് പതിയെ മുടി. ആർക്കെങ്കിലും അറിയാമോ മോശയുടെ അമ്മയുടെ പേരെന്താ? പറഞ്ഞു കേക്കട്ടെ. ഇപ്പോഴും നിശബ്ദത. ഞാൻ തന്നെ ഉത്തരം പറയണം. വേണോ? യോക്യബത്ത്. നെട്ടിപ്പോയല്ലേ? യോക്യബത്ത് എന്നാണ് മോശയുടെ അമ്മയുടെ പേര്. പക്ഷേ അപ്പോഴും അമ്മ തന്നെയാണ് അല്ലേ? ഈജിപ്തിലെ ഇസ്രായേൽ ജനം അടിമവേല ചെയ്തപ്പോൾ എല്ലാ ആൺമക്കളെയും കൊന്നൊടുക്കുവാൻ ഫറവോ തീരുമാനിച്ചു. ശരിയല്ലേ? അപ്പോൾ സ്വന്തം കുഞ്ഞ് ഒരാൺകുഞ്ഞാണ്, മോശയാണെന്ന് അറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ നൈനീതിയിൽ പടയാളികൾ വലിച്ചെറിയുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ അമ്മ ചെയ്തതെന്താ? ഒരു കൊട്ടയിൽ അല്ലേ ആ കുഞ്ഞിനെ കിടത്തി ഒഴുക്കി വിട്ട് നൈനദിയിൽ. ആ കുഞ്ഞിങ്ങനെ ഒഴുക്കി പോയപ്പോൾ അമ്മ തീരത്തിരുന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞില്ലേ? അമ്മയുടെ കണ്ണുനീർ പ്രാർത്ഥന കേട്ടിട്ട് രക്ഷകയായിട്ട് വന്നതാരാ? ഫറവോയുടെ പുത്രി, സ്വന്തം മകനെ പോലെ സ്വീകരിച്ച്. ശരിയല്ലേ? ആ മോശയുടെ ജീവിതത്തിൽ രക്ഷകയായിട്ട് മാറിയത് സ്വന്തം അമ്മയുടെ കണ്ണുനീർ പ്രാർത്ഥനയല്ലേ? നമ്മുടെ മക്കളും പാവവഴി ഒഴുകി പോകുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, രക്ഷിക്കും. നിങ്ങൾ തോബിയാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തോബിയത്തിൻ്റെ പുസ്തകത്തിൽ തോബിയാസ് ആരാ? തോബിയത്തിൻ്റെ മകനാ. അപ്പൻ അവനെ ദൂരദേശത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്, സുഖത്തിൽ നിന്നും കുറച്ച് സമ്പത്ത് കൊണ്ടുവരാൻ വേണ്ടി. അപകടം നിറഞ്ഞ വഴിയാ. തൻ്റെ ഏക മകനെ അങ്ങ് ദൂരദേശത്തേക്ക് വിട്ടപ്പോഴേ തോബിയാസിൻ്റെ അമ്മ അന്ന ബൈബിള് പറയുക, എല്ലാ ദിവസവും അവൻ പോയ വഴിയെ നോക്കി നിൽക്കുന്നു. പകലൊന്നും കഴിക്കില്ല. രാത്രി മകനെ ഓർത്ത് അമ്മ കരയും. അന്ന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കൃപയെന്ന. ദൂരദേശത്തേക്ക് പോയ മകൻ്റെ ജീവിതത്തിൽ എന്നും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി പടിവാതിക്ക് കരഞ്ഞ് കരഞ്ഞ് കാത്തിരുന്ന അമ്മയാണ് ആര്? അന്ന. അവസാനം എന്ത് സംഭവിച്ച്? അപകടം നിറഞ്ഞ വഴിയിൽ ദൈവദൂതൻ വന്നു. അതാരാ? റാഫേൽ മാലാഖ ആണാ. അവസാനം എല്ലാത്തിനെയും അതിജീവിച്ച് ആ മകൻ ഒരു ഭാര്യയുമായിട്ട് സമ്പത്തുമായിട്ട് തിരികെ വന്നില്ലേ? കാരണം എന്തുകൊണ്ടാ? കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു അമ്മ ഉണ്ടായതുകൊണ്ടാ. പഴയ നിയമത്തിൽ യാക്കോബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാ? യാക്കോബ് ആരാ? ഏറ്റവും മോശം മകനാ, ചതീന, വഞ്ചകനാ. സ്വന്തം സഹോദരനെ പറ്റിച്ചില്ലേ? പറ്റിച്ച സഹോദരൻ ആരാ? യാക്കോബിന്റെ സഹോദരൻ ആരാ? ഏസാവ് അല്ലേ? ആദ്യം ഒരു പാത്രം പായസത്തിന് വേണ്ടി അവൻ്റെ കടിഞ്ഞൂൽ അവകാശം സ്വന്തമാക്കി. അവസാനം അപ്പൻ വൃദ്ധനായി അന്ധനായപ്പോൾ അവസാനം കൊടുക്കാൻ കാത്തുവെച്ച അനുഗ്രഹം പോലും വേഷം മാറി സ്വന്തമാക്കിയില്ലേ? പക്ഷെ ഒരു ഭാഗ്യം ഉണ്ടായി. എന്താണ്? യാക്കോബിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാ? അവൻ്റെ അമ്മയല്ലേ? മോശം ചെറുപ്പക്കാരനാ, സ്വന്തം സഹോദരൻ വഞ്ചിച്ചവനാ. അവസാനം സഹോദരൻ തന്നെ കൊല്ലുമെന്നറിഞ്ഞപ്പോൾ നാട് വിട്ടു പോയവനാ. പക്ഷെ അവൻ നാട് വിട്ട് ഹാറാനിലേക്ക് പോയപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് അവൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആരാ? റബേക്കയാ, അമ്മ. അവസാനം എന്ത് സംഭവിച്ച്?
കാലങ്ങൾക്ക് ശേഷം ആ നാട്ടിലേക്ക് അവൻ തിരികെ വന്നപ്പോൾ അവൻ്റെ ഭാര്യമാർ കുറേ ഉണ്ടായി, ദാസിദാസന്മാർ കുറേ ഉണ്ടായി, മക്കൾ കുറേ ഉണ്ടായി. നിങ്ങൾ അധികം പ്രാർത്ഥിക്കേണ്ട കേട്ടോ, കുറേ ഭാര്യമാരുണ്ടാവും. പക്ഷെ റെബേക്ക മോശമുള്ള ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് അവൻ ഇത്രയ്ക്ക് മോശമായപ്പോൾ ദൈവം അവൻ്റെ കൂടെ ആയിരുന്നു. ഏസാവിൻ്റെ കൂടെ ആയിരുന്നാ? യാക്കൂബിൻ്റെ കൂടെ. കാരണം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടായി. ഇതൊക്കെ പഴയ നിയമത്തിലെ അമ്മമാരെ കുറിച്ചാണ്. പുതിയ നിയമത്തിലെ അമ്മമാരെ കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടാ? അതിലേറ്റവും നല്ല അമ്മ ആരാ? പക്ഷെ അമ്മയാ. കാനാൻകാരി അമ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാ? പിശാച് ബാധിച്ചൊരു മകളുണ്ടായി അല്ലേ? ആ മകളുടെ സൗഖ്യത്തിന് വേണ്ടി അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ യേശു ആദ്യം പറഞ്ഞത് എന്താ? ഞാൻ വന്നിരിക്കുന്നത് ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി. കാനാൻകാരി വിജാതിയ. പക്ഷെ ഈ അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് യേശു അവളെ സൗഖ്യപ്പെടുത്തിയില്ലേ? നൈനിയിലെ വിധവയായ ഒരമ്മ, സ്വന്തം മകൻ മരിച്ചു. വിധവയെന്ന് പറയുമ്പോൾ ഭർത്താവ് ഓൾറെഡി മരിച്ചതാ. അവസാനം ഏക മകന് മരിച്ചു. ശവമഞ്ചവുമായിട്ട് പോയപ്പോൾ ഈ വിധവയായ അമ്മയുടെ കണ്ണീരിൽ കണ്ടിട്ട് അവൾ അപേക്ഷിക്കാതെ തന്നെ അവന് ഉദാഹരണം കൊടുത്തില്ലേ യേശു? ഇതൊക്കെ സുവിശേഷത്തിലുള്ളതാ. അമ്മമാര് കരഞ്ഞ് പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. സുവിശേഷത്തിന് മാത്രമല്ല, ചരിത്രത്തിലും ഒരുപാട് അടയാളമുണ്ട്. നിങ്ങൾക്ക് അഗസ്റ്റിനെ കുറിച്ച് അറിയാമോ? അഗസ്റ്റിൻ ആരാ? വിവാഹം കഴിക്കാതെ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ചെറുപ്പക്കാരനാണ്. പറയേണ്ട ആവശ്യമില്ലല്ലോ. വഴിവിട്ടു പോയവനാ. അതേ വലിയ ദൈവവിശ്വാസവും എന്നുള്ള പേരും പ്രശസ്തിയും വേണം. അതിനുവേണ്ടി അവൻ ചെറുപ്പത്തിൽ തർക്കശാസ്ത്രവും തത്വശാസ്ത്രവും ഒക്കെ പഠിച്ച് സ്വന്തം അമ്മ എപ്പോഴും മാനസാന്തരപ്പെടാൻ പറയും. പക്ഷെ അമ്മയുടെ ആ ഉപദേശം കേൾക്കാതിരിക്കാൻ വേണ്ടി നാട് വിട്ടു പോയി മിലാനിലേക്ക്. അവിടെ പോയിട്ടാണ് അവന് മോശം ബന്ധം വരികയും ആ മോശം ബന്ധത്തിൽ ഒരു മകനുണ്ടാകുകയും ചെയ്തത്. ഇവൻ മോശമായെന്ന് കേട്ടപ്പോൾ ഇവൻ്റെ പിന്നാലെ അമ്മ വരുന്നുണ്ട്, മോണിക്ക അമ്മ അല്ലേ? ഒരു ദിവസം രൂപതാ മെത്രാനെ കാണുകയാണ് അമ്മ. രൂപതാ മെത്രാൻ അംബ്രോസിനെ കണ്ടപ്പോൾ സങ്കടത്തോടെ ഈ അഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞെന്താണെന്നറിയാമോ? എൻ്റെ മകൻ പാപവഴി ജീവിക്കുക, അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല. മെത്രാൻ പറഞ്ഞെന്താണെന്നറിയാമോ? അമ്മയെ കരയുക. കരയുന്നൊരമ്മയുടെ കണ്ണുനീര് കാണാനാകാത്ത വിധം നമ്മുടെ ദൈവം കഠിന ഹൃദയനല്ല. അമ്മയെ കരയുക, കരയുന്ന അമ്മയുടെ കണ്ണുനീര് കാണാനാകാത്ത വിധം നമ്മുടെ ദൈവം കഠിന ഹൃദയനല്ല. എത്ര വർഷം കഴിഞ്ഞെന്നറിയാമോ? 25 വർഷം അമ്മ കരഞ്ഞു. അതിനുശേഷം മകൻ മാനസാന്തരപ്പെട്ട് വിശുദ്ധ അഗസ്ത്യനായിട്ട് മാറി. കരഞ്ഞ് പ്രാർത്ഥിച്ച അമ്മയും വിശുദ്ധയായി. ആയില്ലേ? ഇന്ന് വിശുദ്ധ അഗസ്ത്യന്മാർ വേറെ ഉണ്ടാ. കാരണം എന്താ? കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ മോണിക്കമാരില്ല. നിങ്ങളൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങ്. വീട്ടിൽ നവീകരണം ഉണ്ടാവും, മാനസാന്തരം ഉണ്ടാവും. ഒരു തെളിവ് പറയട്ടെ. ഞാൻ പറഞ്ഞു 9 വർഷത്തോളം ഞാൻ എറണാകുളത്തിൽ പൊന്നുരുന്നി ആശ്രമത്തിന് ഒരുപാട് പേരൊന്ന് പ്രാർത്ഥിക്കാറുണ്ടാ. തിയോഫനച്ചൻ്റെ ഒരു കല്ലറയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിൽ തന്നെ ഓഫീസിൽ നിൽക്കുമ്പോൾ എല്ലാ ദിവസവും കാലത്ത് ഒരു ചെറുപ്പക്കാരൻ വരും. പേര് പറയാം, നിക്സൺ എന്നാ പേര്. അവൻ വന്നിട്ട് കല്ലറയുടെ അടുത്തൊരു കസ്റ്റഡിയിലിരിക്കും. കയ്യിലൊരു ഡയറി ഉണ്ട്. പതിയെ തുറക്കും, വായിക്കും, കണ്ണടക്കും, ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെയും കണ്ടിട്ടുണ്ടാ? പുസ്തകം തുറന്ന് വായിച്ചിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാ? നമ്മൾക്ക് മുട്ടുമേ നിന്ന് കരങ്ങൾ കൂപ്പിച്ച് മാലച്ചല്ല പ്രാർത്ഥിക്കുന്ന ഇവരിങ്ങനെ വ്യത്യസ്തമായിട്ട് പ്രാർത്ഥിക്കുന്നു വന്നപ്പോൾ എനിക്കൊരു ആകാംക്ഷ, എന്താണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടി. പതിയെ അടുത്ത് ചെന്നിട്ട് നിക്സനോട് ചോദിച്ച്, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ച്. അപ്പം വേഗം ചാടി എഴുന്നേറ്റ് പറഞ്ഞതാണെന്നറിയാമോ? അച്ഛാ, ഈ ഡയറി നിറയെ ദൈവത്തിൻ്റെ വചനമാണ്. ഞാനിത് വായിച്ച് മനപ്പാടമാക്കിയ എൻ്റെ കണ്ണടച്ചിട്ട് ഞാനിങ്ങനെ പലവട്ടം ആവർത്തിക്കും. അപ്പോൾ ഉള്ളിലത് നിറഞ്ഞു നിൽക്കും. ഇതിനുശേഷം ഞാൻ ജോലി സ്ഥലത്ത് പോകും. ജോലി സ്ഥലത്ത് പോകുമ്പോൾ ആരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരം വരുമ്പോൾ ആ സംസാരങ്ങളുടെ ഇടയിൽ ഞാൻ ഈ വചനം പറയും. എനിക്ക് വചനം കേൾക്കാനും ധ്യാനിക്കാനും പങ്കുവയ്ക്കുവാനും ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. ഇവനിങ്ങനെ പറഞ്ഞപ്പോൾ ഇവനക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടെന്ന് തോന്നിയതുകൊണ്ട് വെറുതെ ഓഫീസിലേക്ക് വിളിച്ച് പതി അവൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ച്. അപ്പോൾ അവൻ ആദ്യം പറഞ്ഞെന്താണെന്നറിയാമോ?
അച്ഛാ, ഞാനൊരു മോശം മകനായിരുന്നു, പക്ഷെ എൻ്റെ കുടുംബം രക്ഷിക്കപ്പെട്ടത്, ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എൻ്റെ അമ്മയുടെ കണ്ണുനീർ പ്രാർത്ഥനയിലൂടെയാണ്. പിന്നീട് ഈ ചെറുപ്പക്കാരൻ അമ്മയെക്കുറിച്ച് പറയാൻ തുടങ്ങി. വലിയ കടക്കണി ജീവിക്കുന്ന ഒരു കുടുംബം, 2 മക്കളാണ്. മൂത്ത മകന് അല്പം മാനസിക പ്രശ്നമൊക്കെ ഉണ്ട്. വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കും. ഈ നിക്സൺ എന്ന് പറയുന്നവൻ ഉഴപ്പി ലോകത്ത് സിനിമയിൽ ജീവിച്ച് ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കുന്നവനാണ്. പിന്നെയുള്ള ജീവിത പങ്കാളിയാണ്. ജീവിത പങ്കാളി മുഴുകുടിയനാ. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ജോലിക്ക് കിട്ടുന്ന കൂലി മൊത്തം കുടിച്ച് തിമിർത്ത് ഇങ്ങനെ ആടിപ്പടിയൊക്കെ നടക്കും. വീട്ടിലെല്ലാ കാര്യം നോക്കുന്നത് ആരാണ്? അമ്മയ്ക്ക് ജോലിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താ? കടം ഇങ്ങനെ പെരുകി പെരുകി വരും. വീട്ടിൽ മൊത്തം അനർത്ഥവും അസമാധാനവും. അങ്ങനെ സങ്കടം സഹിക്കാൻ വയ്യാതെ അമ്മ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല അല്ലേ? സ്വന്തം ജീവിതം വാങ്ങി മുടികുടിയൻ. മൂത്ത മകൻ മാനസിക പ്രശ്നമുണ്ട്. ഇളയ മകൻ ഒരു ഉത്തരവാദിത്തമില്ലാതെ വെറുതെ ജീവിക്കുന്നു. കടം പെരുകി വരുന്നു. ഒരു സമാധാനവും. അവസാനം നിരാശപ്പെട്ട് ഞങ്ങളുടെ ആശ്രമ ദേവാലയത്തിൽ ഒരു ഉച്ച സമയത്ത് ഈ അമ്മ വന്നു. അവിടെ വേഗല മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. ആ നടയിൽ വന്നിട്ട് അമ്മ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കരയുക. ഒരുപാട് പരിധിയില്ലാതെ കരയുമ്പോൾ നിലവിളിയുടെ സ്വരം കേൾക്കും അല്ലേ? ഉച്ച സമയത്ത് ദേവാലയത്തിൽ ഇങ്ങനെ കരയുന്ന സ്വരം കേട്ട് ഞങ്ങളുടെ പ്രായമുള്ളൊരു അച്ഛൻ ദേവാലയത്തിലേക്ക് വന്നു. നോക്കിയപ്പോൾ വ്യാകുല മാതാവിൻ്റെ നടയിലിരുന്നു കൊണ്ട് ഈ അമ്മ കരയുക. പതിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ അടുത്ത് വന്നിട്ട് ചിരിച്ചുകൊണ്ട് അച്ഛൻ ചോദിച്ച്, കരഞ്ഞ് കരഞ്ഞ് വ്യാകുല മാതാവിനെ പോലെ ആയല്ലോ, അമ്മ എന്തിനാ കരയണേന്ന് ചോദിച്ചു. അപ്പൊ വിങ്ങിപ്പൊട്ടിയിരുന്ന അമ്മ വീട്ടിലെല്ലാ പ്രശ്നം പറഞ്ഞു. എൻ്റെ മകൻ അല്പം മാനസിക പ്രശ്നമുണ്ട്, എൻ്റെ ഭർത്താവ് മുടി കുടിക്കാൻ ഉത്തരവാദിത്വമില്ല, കടം പെരുകി വരിക, എനിക്ക് മരിക്കണമെന്ന് തോന്നുകയാന്ന് പറഞ്ഞു. ഇവിടെ അച്ഛൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഈ വ്യാകുല മാതാവിലേക്കൊന്ന് നോക്കി. അമ്മയും ഒരുപാട് സഹിച്ചില്ലേ? ഞാനൊരു സത്യം പറയാം, അമ്മയുടെ കുടുംബം വീണ്ടെടുക്കപ്പെടും കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമെന്ന്. വളരെ ഗൗരവത്തിൽ വൃദ്ധനായ ഈ സന്യാസ പുരോഹിതൻ അമ്മയോട് പറയാൻ, കരഞ്ഞ് പ്രാർത്ഥിക്കുക, അമ്മയുടെ കുടുംബം 1 വർഷത്തിനുള്ളിൽ വീണ്ടെടുക്കപ്പെടുമെന്ന്. ആ ആശ്വാസവാക്കിൽ അമ്മ വീട്ടിൽ പോയി. പിന്നീട് കിട്ടുന്ന സമയം മുഴുവനും തിരുഹൃദയ നടയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീട്ടുകാര്യങ്ങൾ ചെയ്ത് കിട്ടുന്ന സമയം മുഴുവനും പ്രാർത്ഥിക്കുക. ഇത് കണ്ടിട്ട് വലിയ വിശ്വാസമില്ലാത്ത മക്കളും ഭർത്താവൊക്കെ കളിയാക്കും, നിനക്ക് വട്ട് പിടിച്ചാന്നൊക്കെ ചോദിച്ച്. പക്ഷെ ഇങ്ങനെ കളിയാക്കി നിന്ദിക്കുകയും ചെയ്തിട്ട് അതൊന്നും ഗവനിക്കാതെ 1 വർഷം കൊണ്ട് എൻ്റെ കുടുംബം രക്ഷപ്പെടുമെന്ന വിശ്വാസത്തിൽ അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുക. 4-5 മാസം കഴിഞ്ഞപ്പോഴേ മൂത്ത മകന് അല്പം സൗഖ്യം കിട്ടി. മരുന്ന് ഫലിച്ചു തുടങ്ങി. ചില നേരങ്ങളിൽ നമ്മ എത്ര മരുന്ന് കൊടുത്താലും സൗഖ്യപ്പെടണമെന്നില്ല. പക്ഷേ പതിയെ മൂത്ത മകനെ നല്ല സ്വഭാവം വന്ന് അവൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി. നല്ല ഉത്തരവാദിത്വമുള്ള മകനായിട്ട് മാറി. അപ്പോഴും ഭർത്താവ് കുടിക്കോട്ടാ. ജോലി സ്ഥലത്ത് പോയിട്ട് വന്ന് ബിയറാണ് എപ്പോഴും കുടിക്കണം. പക്ഷെ ഒരു ദിവസം ജോലി സ്ഥലത്ത് വെച്ച് ചെറിയൊരു ആക്സിഡൻറ്റ് വന്ന് കാലിലൊരു മുറിവ് വന്നു. ഷുഗറൊക്കെ ഉണ്ട്. എപ്പോഴും ഇങ്ങനെ ബിയറും കുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ പതിയെ മുറിവ് ഉണങ്ങിയില്ല. അത് പഴുപ്പായിട്ട് മാറി. പഴുപ്പ് കൂടി അവസാനം വലിയൊരു വ്രണമായിട്ട് മാറി. കാലിലെ എല്ല് പോലും കാണത്തക്ക വിധത്തിൽ ദുർഗന്ധമുള്ളൊരു മുറിവായിട്ട് മാറി. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി കൈവിട്ട് പോയെന്ന്. അങ്ങനെ ഇവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്, ലെസി ഹോസ്പിറ്റലാണ്. ഡോക്ടർ ആ മുറിവ് കണ്ടിട്ട് പറഞ്ഞെന്താണെന്നറിയുമോ? പ്രശ്നം ഗുരുതരോ, ഓപ്പറേഷൻ ചെയ്ത് തുടയിൽ നിന്ന് മാംസം എടുത്ത് റീഫിൽ ചെയ്യണം, ലക്ഷങ്ങളാകും ഓപ്പറേഷന്, അല്ലെങ്കിൽ കാലം മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. അന്നു വേണ്ട വക പോലുമില്ലാത്തൊരു ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തിൽ ഈ ഓപ്പറേഷൻ നടത്തുന്ന ലക്ഷങ്ങൾ കിട്ടുമോ? എല്ലാവരും തകർന്നു പോയി. ഈ കാലിൽ ദുർഗന്ധം മൂലം വാർഡ് കിടക്കാൻ പറ്റുന്നില്ല, മറ്റൊരു അസ്വസ്ഥതയെ. അങ്ങനെ ഒരു മുറിയിൽ, ആ ഹോസ്പിറ്റൽ മുറിയിൽ ഇവരിയ്ക്കുക. ഈ അമ്മ ഈ രോഗം ഓപ്പറേഷനിലൂടെ അല്ലെങ്കിൽ കാല് മുറിച്ച് കളഞ്ഞാൽ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞ ആ നിമിഷം മുതൽ ഈ ഭർത്താവിൻ്റെ അരിയിലിരുന്നു ജപമാല ചൊല്ലാൻ തുടങ്ങി. കരഞ്ഞ് ജപമാല ചൊല്ലിയ. അന്ന് ആദ്യമായിട്ട് ജീവിത പങ്കാളിയും ഭാര്യയോടൊപ്പം ഇരുന്നുകൊണ്ട് ജപമാല ചൊല്ലാൻ തുടങ്ങി. ജപമാല ചൊല്ലി തീർന്നപ്പോഴേ ആ മുറിയുടെ വാതിൽ ആരാ മുട്ടണ്? തുറന്നപ്പോൾ വികാരി അച്ഛനാ.
കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ക്ഷേമകാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഒരു നല്ല തുക ആ ബെഡിൽ വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോയി കളഞ്ഞു. കുറച്ച് നേരം കഴിയുമ്പോൾ പരിചയമുള്ള കുറേ സിസ്റ്റേഴ്സ് വന്ന്, ചില അച്ഛന്മാർ വന്ന്, ബന്ധുക്കൾ വന്ന്, അയൽവാസികൾ വന്നവരൊക്കെ കുറച്ച് കുശലം പറഞ്ഞിട്ട് കാശ് കൊടുക്കുക. ഈ നിക്സൺ പറഞ്ഞതാണെന്നറിയാമോ? അപ്പൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാശ് ബാക്കി വന്നതാ. ഈ ദൈവത്തിൻ്റെ ഇടപെടലിന് ശേഷം പിന്നെ ഒരിക്കൽ പോലും എൻ്റെ അപ്പം മദ്യപിച്ചിട്ടില്ലെന്നാ. കഴിഞ്ഞ 5 വർഷമായിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എൻ്റെ അപ്പനാണെന്ന്. കണ്ട, ഈ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം ഇടപെട്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരോടും ഞാൻ പറയുക, നിങ്ങൾ കരയണം. യേശുവും പറയുന്നത് അങ്ങനെയാണ്, കരയണമെന്ന്. നിങ്ങൾ കരയോ? യേശു കരയേണ്ടെന്നാണ് പറഞ്ഞത്. കരയുക, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടിയെന്ന. ഞാൻ ഓർക്കുകയാണ്ട, നിങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ടിട്ടെ. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് വാട്സപ്പിൽ വന്ന ഒരു കൊച്ചു ചെറിയ കഥയാണ്. ഒരു കൊച്ചു കുട്ടിയെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രമുള്ള ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുക. ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പടമുണ്ട്. മഹാത്മാഗാന്ധിജി ദണ്ഡി കടപ്പുറത്തുകൂടി ഇങ്ങനെ നടന്നു പോകുന്ന കട കണ്ടിട്ടില്ലേ? മഹാത്മാഗാന്ധിക്കുള്ള പ്രത്യേകത എന്താ? അല്പവസ്ത്രധാരിയ, കയ്യിലൊരു വടിയുണ്ട്. അതിനേക്കാൾ വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? മൊട്ടത്തലയ. ശരിയല്ലേ? അപ്പോൾ ഈ പടം കണ്ടപ്പോൾ കുഞ്ഞിനൊരു സംശയം വന്ന് തൊട്ടടുത്തിരുന്നുകൊണ്ട് പച്ചക്കറി മുറിച്ചിരുന്ന അമ്മയോട് ചോദിച്ച്, അമ്മേ, എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ തല മൊട്ടത്തലയായത്? എന്തുകൊണ്ടാ? പറയും. നിങ്ങൾക്കറിയാമോ? ഒരു പ്രായമായ പുരുഷന്മാരുടെ മുടിയൊക്കെ കൊഴിയും അല്ലേ? ഇവിടെ ചിലരുടെ മുടി കൊടിഞ്ഞ് എൻ്റെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ്. മഹാത്മാഗാന്ധിജിക്ക് തലയിലൊരു മുടിയുമില്ല, മൊട്ടത്തല. അപ്പം എന്തുകൊണ്ടാണെന്ന് കുഞ്ഞ് ചോദിച്ചപ്പോഴേ അമ്മയ്ക്ക് എന്തൊരു ഉത്തരം പറയണ്ടേ? അപ്പം അമ്മ പറഞ്ഞെന്താണെന്നറിയാമോ? മോനെ, നമ്മുടെ രാഷ്ട്രപിതാവ് സത്യം മാത്രമേ പറയൂ. സത്യം പറഞ്ഞ് പറഞ്ഞ് തലയ്ക്ക് പ്രകാശം വെച്ചിട്ടാണ് മൊട്ടത്തലയായതെന്ന്. അത് നല്ല ഉത്തരവാണാ? ആണാ? കുഞ്ഞൊന്നും പറഞ്ഞില്ല. അല്പസമയത്തിന് ശേഷം കുഞ്ഞ് പറഞ്ഞതെന്നറിയാമോ? അമ്മേ, എനിക്ക് വേറൊരു സത്യം കൂടി മനസ്സിലായി. എന്തുകൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാ അമ്മമാരുടെ മുടി നീണ്ടുപോയതെന്ന്. എന്തുകൊണ്ടാണ് ഈ ലോകത്തിലെല്ലാ അമ്മമാരുടെ മുടി നീണ്ടുപോയതെന്ന്. എല്ലാവരും അമ്മയെപ്പോലെ നുണ പറയുന്നുണ്ടാവും. നിങ്ങൾ നുണ പറയാറുണ്ടാ? നിങ്ങൾ നുണ പറയുന്നുണ്ടോ നിങ്ങളുടെ മുടി നീണ്ടുപോയത്? ആണാ? ഈ ബലിപീഠത്തിന് മുമ്പ് നിന്നുകൊണ്ട് ഞാനൊരു സത്യം പറയട്ടെ. എൻ്റെ അമ്മ ഒരുപാട് നുണ പറയാറുണ്ട്. എൻ്റെ അമ്മ ഒരുപാട് നുണ പറയാറുണ്ട്. ഞങ്ങൾ 5 മക്കളാണേ. ദാരിദ്ര്യം നിറഞ്ഞ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് വിളമ്പുന്ന ഭക്ഷണം തികയാതെ വരുമ്പോൾ അമ്മയ്ക്കുള്ളത് പോലും ഞങ്ങളുടെ പാത്രത്തിൽ ഇട്ടിട്ടൊരു നുണ പറയും. എനിക്ക് വിശക്കുന്നില്ല മക്കളെ എന്ന്. എനിക്ക് വിശക്കുന്നില്ലെന്ന്. വൈകിട്ട് വരെ അമ്മ വയലിൽ പണിയെടുക്കും. ക്ഷീണിച്ച അവസ്ഥയായിട്ട് വൈകിട്ട് വന്നിട്ട് വീണ്ടും ഭക്ഷണം വീട്ടുകാരെങ്കിലും ചെയ്യുമ്പോൾ ഞങ്ങൾ മക്കൾ ചോദിക്കും, അമ്മയ്ക്ക് ക്ഷീണമില്ലെന്ന് ചോദിക്കും. അപ്പോഴും അമ്മ നുണ പറയും, ഇല്ല മക്കളെ, എനിക്കൊരു ക്ഷീണമില്ലെന്ന്. കടക്കണിയിലെ എന്ത് ചെയ്യണമെന്ന് അസ്വസ്ഥപ്പെട്ടുകൊണ്ട് അപ്പച്ചനിങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയുടെ അവസാനത്തെ സ്വർണ്ണത്തുണ്ട് പോലും അപ്പൻ്റെ കൈ കൊടുത്തിട്ടൊരു നുണ പറയും, എനിക്ക് സ്വർണത്തിലത്ര താല്പര്യമൊന്നുമില്ലെന്ന്. അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പോഴേ തിരുഹൃദയ നടയിലിരുന്നുകൊണ്ട് അമ്മ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കരയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അമ്മ എന്തിനാണ് കരയുന്നത് ചോദിക്കുമ്പോൾ അമ്മ വേഗം കണ്ണ് തുടച്ചിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ? കണ്ണിൽ കരട് പോയതാണെന്ന്. ഓരോ പ്രാവശ്യവും എൻ്റെ അമ്മ നുണ പറയുമ്പോൾ ഞങ്ങൾ മക്കൾക്കറിയാം അത് നുണയല്ല, സ്നേഹത്തിന് ഏറ്റവും തീവ്രമായ വാക്കാണ്. ഒരമ്മയ്ക്ക് മാത്രമേ സ്വന്തം സങ്കടം ഒളിപ്പിച്ച് ചിരിക്കാൻ പറ്റൂ. ശരിയല്ലേ? നിങ്ങൾ അങ്ങനെ നല്ല അമ്മമാരാണ്. ഒരുപാട് പേര് തല ആട്ടുന്നുണ്ട്.
പക്ഷേ സങ്കടത്തോടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരുടെയും പാദം വണങ്ങി ഞാനൊരു സത്യം പറയട്ടെ, അത്ര നല്ല അമ്മമാരില്ലാത്ത മോശം കാലമാണിത്. അത്ര നല്ല അമ്മമാരില്ലാത്ത മോശം കാലമാണിത്. സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ ഉദരത്തിൽ അരിങ്കൊല ചെയ്യുന്ന അമ്മമാരില്ലേ, സ്വന്തം കാമുകന്റെ പിന്നാലെ പോകാൻ കുഞ്ഞിനെ കല്ലിൽ വലിച്ചെറിയുന്ന അമ്മമാരില്ലേ, അനാഥർ ഉപേക്ഷിക്കുന്ന അമ്മമാരില്ലേ, സ്വന്തം മുഖകാന്തി സംരക്ഷിക്കുവാൻ വേണ്ടി കുഞ്ഞിന് മുലപ്പാൽ പോലും നിഷേധിക്കുന്ന അമ്മമാരില്ലേ. മോശം അമ്മമാര് പെരുകി വരികയാ. നിങ്ങൾ അങ്ങനെ ആകരുത്, നല്ല അമ്മമാരാകണം. മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം.